ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും ഇന്നൊരു എക്സ്പയറി ദിനത്തിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു വോളറ്റിലിറ്റി തന്നെയാണ് ആദ്യ ഉരുട്ടുകളിൽ പ്രകടമാകുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓപ്പൺ ചെയ്തത് 24,342 എന്നുള്ളൊരു നിലവാരത്തിലാണ്. ഇപ്പോൾ ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു നേട്ടം മാത്രമാണ് നമുക്ക് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗിലേക്കും പോയിരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സെഷനിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ നൽകാനായിട്ട് കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ആയിട്ട് സൂരജ് സാറാണ്. സൂരജ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഏതായാലും നമുക്ക് ഡേറ്റകളിലേക്ക് തന്നെ ആദ്യം പോകാം. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാക് ഭീതി തന്നെയാണ് നിലനിൽക്കുന്നത്. പഹൽഗാം അറ്റാക്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള അപ്ഡേറ്റ്സ് ഓവർനൈറ്റിൽ വന്നിരിക്കുന്നു. തിരിച്ചടി നൽകാനായിട്ട് സൈന്യത്തിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരിച്ചടിയുടെ സമയവും എങ്ങനെയാണ് എപ്പോൾ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും സൈന്യത്തിന് തീരുമാനിക്കാം എന്നുള്ള ഒരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു. തിരിച്ചടിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർ, ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ നയതന്ത്രമായിട്ടുള്ള തിരിച്ചടികൾ നൽകുന്നു. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്താനും ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് പാക് കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള കാര്യങ്ങൾ വരെ ആലോചിക്കുകയാണ്. അതായത് ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നീക്കത്തെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇൻഫാക്ട് ജാസ്മിൻ, ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ ഒരു ന്യൂസ് ഫ്ലാഷ് വന്നത്, US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പ്ലാൻസ് ടു സ്പീക്ക് വിത്ത് ദ ഫോറിൻ മിനിസ്റ്റേഴ്സ് ഓഫ് ബോത്ത് കൺട്രീസ് ഇൻ എ ബിഡ് ടു ഡീഎസ്കലേറ്റ് ദ സിറ്റുവേഷൻ. അതായത് US സംബന്ധിച്ച് ഇതിൻ്റെ ഇടയിലോട്ട് ഇടപെട്ടിട്ട് രണ്ടുപേരെ ഒന്ന് സിറ്റുവേഷൻ സൂതാണ്ട് ഇടപെടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അതിൻ്റെ സർവ്വസാധാരണമാണ് കേട്ടോ. ലോകത്ത് എന്തെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോൾ US അല്ലെങ്കിൽ വലിയ വലിയ രാജ്യങ്ങൾ നമ്മുടെ ഫോറിൻ മിനിസ്റ്റേഴ്സിനെ അല്ല ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലൊക്കെ കോൺടാക്ട് ചെയ്ത് ഒന്ന് സിറ്റുവേഷൻ തണുപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ലോകമെമ്പാടും നടക്കും. നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും അത് നടന്നു എന്നുള്ള. ഇപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ നടന്നത് ഫോർമാലിറ്റിയാണ്. അതായത് ആർമി ചീഫ് അല്ലെങ്കിൽ എല്ലാവരുമായിട്ടൊരു മീറ്റിംഗ് ഒക്കെ നടന്നിട്ട് നമ്മൾ ഫോഴ്സസിന് നമ്മൾ ഫുൾ ഓപ്പറേഷണൽ ഫ്രീഡം കോഡ്സിൽ പറയുകയാണെങ്കിൽ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ എന്താണ് പ്ലാൻ, എന്നാണ് ചെയ്യേണ്ടത് എക്സാക്ട് ഡേറ്റ് ഇല്ലെങ്കിലും എന്തോ ഒരു ഈവന്റ് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിനെ ട്രിഗർ ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അതെല്ലാം ഫിക്സ് ചെയ്ത് രസമായി ക്ലീൻ ആയിട്ട് തന്നെ അവർ എല്ലാ എന്താ പറയുക ഒരു ബ്ലൂ പ്രിന്റ് റെഡിയാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് അറിയണത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് പല പത്രവാർത്തകളും വരുന്നതെന്ന് വെച്ചാൽ ഇന്ന ദിവസം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ ദിവസം സൂക്ഷിക്കാനായിട്ട് പറഞ്ഞു, അതായത് 30th അല്ലെങ്കിൽ നെക്സ്റ്റ് 48 hours അല്ലെങ്കിൽ നെക്സ്റ്റ് 36 hours എന്നിങ്ങനെയൊക്കെ ഉള്ള പല വർത്തമാനങ്ങളും പലരും സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് എല്ലാ ആർമിയുടെ അങ്ങനെ ആയിരിക്കാം, പക്ഷേ എനിക്കറിവില്ല, ഇന്ത്യൻ ആർമിയുടെ ഒരു മൂവ്മെന്റും നമുക്ക് പുറത്തറിയില്ല. ഈ പറയുന്ന ഒരു ന്യൂസും ആയിരിക്കില്ല അതിൻ്റെ വാസ്തവം എന്നുള്ളത്. എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് പോലും നമുക്കറിയില്ല. ഒരു കാര്യം മാത്രം മനസ്സിലാവും, അറ്റ് ദ ടൈം ഓഫ് അവർ ചൂസിങ്, അതാണ് അവരുടെ വാക്ക്. ആർമി ഫോഴ്സസിന്റെ ഒരു വാക്കെന്ന് അറ്റ് ദ ടൈം ഓഫ് അവർ ചൂസിങ്, ഞങ്ങൾ എപ്പോൾ തീരുമാനിക്കുന്നു അന്ന് ഇത് നടക്കും എന്നാണ് പറയുന്നത്. അത് ഒരു മാസം ആവാം, ഒരു ദിവസം ആവാം, ഒരാഴ്ചയാവാം, എപ്പോൾ വേണമെങ്കിലും ആവാം എന്നുള്ള രീതിയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ സീംസ് ടു ബി വെരി റാറ്റിൽഡ് ഇൻ ദ സെൻസ് അവരുടെ ബോർഡർ ആക്ടിവിറ്റി, അവരുടെ ഫയറിംഗ് അക്രോസ് LOC, അവരുടെ ആൾക്കാരുടെ മൂവ്മെന്റ്, അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ പറയുന്നത് വാർ വിത്ത് ഇന്ത്യ ഇസ് ഇമിറ്റഡ്. അതായത് എന്തായാലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇൻഡസ് വാട്ടറിൽ നിന്ന് വെള്ളം ഞങ്ങൾക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടിക്കും തീർച്ചയായിട്ടും എന്നിങ്ങനെയൊക്കെയുള്ള അൺസർട്ടനിറ്റി. ഇറ്റ് ഷോസ് ദ സൈക്കോളജി ഓഫ് എ വറീഡ് മാൻ. അതായത് വളരെ കൺസേൺഡ് ആയിട്ടും വളരെ പുഷ് ടു ദ വാളുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കൽ മൂവായിട്ടാണ് അതിനെ കാണേണ്ടത് എന്നുള്ളത്. ആൻഡ് ഇന്ത്യ കീപ്പിംഗ് ഇറ്റ്സ് ലിപ്സ് വെരി ടൈറ്റ് ഉണ്ട്, അതായത് ക്ലോസ് ആയിട്ട് ഒന്നും മിണ്ടാതെ ഇന്ത്യ ഇരിക്കുകയാണെന്നുള്ളതാണ്. സോ എങ്ങനെയാണ് സിറ്റുവേഷൻ പാൻ ഔട്ട് ചെയ്യണമെന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വന്ന ഒരു കാര്യം വെച്ചാൽ US കോൺഫിഡൻസ് അല്ലെ, കൺസ്യൂമർ കോൺഫിഡൻസ് എത്രയും വന്നത്, അത് ശരിക്കും അത് റെക്കോർഡ് താഴ്ചയിലേക്കാണ് രേഖപ്പെടുത്തിയത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം 2022 ക്രൈസിന് ശേഷം ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്കാണ് വന്നത്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഒരു സ്ലോ ഡൗൺ അല്ലേ, അമേരിക്ക റിസഷനിലേക്ക് പോകും എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ അല്ലേ തരുന്നത്? തീർച്ചയായിട്ടും ആ കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഒരു റൈസിങ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഭയങ്കരമായിട്ട് ഉയരുകയും US എക്കണോമി ഒരു റിസഷനിലേക്ക് പോവും എന്നുള്ള ഇൻഡിക്കേഷനാണ് US കൺസ്യൂമർ ഇൻഡെക്സ്. ബട്ട് ഈ കൺസ്യൂമർ ഇൻഡെക്സ് താഴെ എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. കാര്യം വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പേ നമ്മുടെ ഓപ്പണിംഗ് ഹൗസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ദ ഫിയർ ഓഫ് ഡെത്ത് ഈസ് ഡ്രെഡ്ഫുൾ ദാൻ ദ ഡെത്ത് ഇറ്റ് സെൽഫ്. അതായത് ഇൻഫ്ലേഷൻ ഉയരും എന്ന് ജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതായത് ടാരിഫ് കാരണം
US ഇമ്പോർട്ട് ചെയ്യണം, അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ വില കൂടുമ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ ഈ ഗുഡ്സിന്റെ വില കൂട്ടി US മാർക്കറ്റിലേക്ക് അത് വിൽക്കുമ്പോൾ കൺസ്യൂമറിന് ഒരു ഇൻഫ്ലേഷൻ ഫീൽ ചെയ്തേക്കാം എന്നുള്ള ഒരു എന്താ പറയുക ഒരു കൺസെപ്റ്റ് അവിടെ എല്ലാവരുടെ ജനങ്ങളിലേക്കും വന്നു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ കൺസ്യൂം ലെസ്. അത് തന്നെ ഒരു US കൺസ്യൂമർ ഇൻഡെക്സിനെ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇൻഡെക്സിനെ താഴേക്ക് കൊണ്ടുപോകാം. അപ്പൊ അത് ഉദ്ദേശിക്കുന്നത് അതാണ്, കൺസ്യൂമേഴ്സ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഇൻഫ്ലേഷൻ ഉയരും, ജോബ്ലെസ്നെസ് ഭയങ്കരമായിട്ടുണ്ടാവും, ഇനി അങ്ങോട്ട് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് കുറയും, ഒരു റിസഷനിലേക്ക് പോകും, അതുകൊണ്ട് അധികമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് വരുന്നത്. ബട്ട് ഞാനിപ്പോഴും ഐ ആം സ്റ്റിക്കിംഗ് മൈ നെക്ക് ഔട്ട് ആൻഡ് സെയിങ് ദാറ്റ് US വിൽ നോട്ട് ഗെറ്റ് ഇൻ ടു റിസഷൻ. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഐ മൈറ്റ് ബി റോങ്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുള്ളൂ. എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളൊരു വ്യക്തിയും US എക്കണോമിയുടെ സ്ട്രെങ്ത് വെച്ചിട്ടും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ US എക്കണോമി മിക്കവാറും എന്നല്ല റിസഷനിൽ പോകാനുള്ള സാധ്യതകൾ വളരെ ഡിമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത് മാത്രമല്ല ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് 2025-26 ഈ ഫിസിക്കൽ ഇയർ, നമ്മുടെ ഫിസിക്കൽ അതായത് 2025 കലണ്ടർ ഇയർ എന്ന് വെച്ചോളൂ, US-നെ സംബന്ധിച്ച് കലണ്ടർ ഇയർ ആണല്ലോ. ഈ കലണ്ടർ ഇയറിൽ തന്നെ ഒരു റേറ്റ് എന്താ പറയുക കട്ടെങ്കിലും ഫെഡറൽ റിസർവ് ചെയ്യും തന്നെയാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് US cannot afford to go into a recession. US-ന് ഒരിക്കലും ഇത്രയും ടാരിഫ് വെച്ച്, അതായത് ഇപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ടാരിഫിൽ ഒരു ഫിഗറിലേക്ക് എത്തും അല്ലെ. ഈ പ്രസിഡന്റിന്, അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിന് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടാവണമല്ലോ. ആ സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് നല്ലൊരു എക്കണോമിക് റിലീഫ് പാക്കേജസ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു കണക്കിന് ചിലപ്പോൾ ഒരു കോർപ്പറേറ്റ് റേറ്റ് കട്ട്, അതായത് കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് അല്ലല്ലോ, കോർപ്പറേറ്റ് ടാക്സ് കട്ട് മിക്കവാറും US ട്രംപ് അനൗൺസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ എവിടെ നിന്ന് ഫണ്ട് ചെയ്യും? ഇപ്പോഴത്തെ അമേരിക്കൻ ഗവൺമെന്റ് അത് ഫണ്ട് ചെയ്യാനായിട്ട് പൈസയില്ല. ആ പൈസയാണ് ഈ ടാരിഫിൽ കൂടി മിക്കവാറും ചാനലൈസ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് വിശ്വാസം. അപ്പോൾ ഇപ്പം നമ്മളൊരു റിസഷനിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയുള്ള എക്കണോമിസ്റ്റുകൾ ചോദിക്കില്ലേ, ഈ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്കണോമി ഒരു റിസഷനിലേക്ക് തള്ളിവിടേണ്ട കാര്യമുണ്ടോ എന്നായിരിക്കുമല്ലോ ചോദ്യം. അപ്പോൾ അത് തടയാനായിട്ട് ട്രംപിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ടാരിഫിൽ നിന്ന് കിട്ടുന്ന പൈസ അത് അക്കൗണ്ട് ചെയ്തിട്ട് അവിടെയുള്ള കമ്പനികൾക്ക് ഒരു ടാക്സ് കട്ട് ചെയ്യാനുള്ള എല്ലാ ചാൻസസും കാണുന്നത്. അതായത് ബിസിനസ് ഫ്രണ്ട്ലി മെഷേഴ്സിലേക്ക് ട്രംപ് പോവും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ദാറ്റ് വിൽ സ്റ്റോപ്പ് US ഫ്രം ഗെറ്റിംഗ് ഇൻ ടു എ റിസഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. ബട്ട് ഈവൻ ദെൻ ഞാനിത് സ്പെക്കുലേറ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഒരു എന്താ പറയുക ഒരു ഇൻറ്റ്യൂഷനിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നേരെ തിരിച്ചും വരാം എന്നുള്ള. പക്ഷേ ഞാൻ എൻ്റെ ഒരു വിശ്വാസം അവിടെ അറിയിക്കുന്നു എന്നുള്ളൂ. ഒരു കാര്യം കൂടെ ജാസ്മിൻ പറഞ്ഞു വെക്കട്ടെ. February 26, 2019 ബാലക്കോട്ട് സ്ട്രൈക്ക് ഇന്ത്യ ചെയ്യുന്നത്. അന്ന് സെൻസെക്സ് ഏതാണ്ട് 239 പോയിന്റ്സ് ഡൗൺ ആയിരുന്നു. നെക്സ്റ്റ് ഡേ അത് ഏതാണ്ട് 165 പോയിന്റ്സ് അപ്പായിരുന്നു. എന്നൊക്കെ ഒരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ടോ ഇതേപോലത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ ഷോർട്ട് ടേമിൽ, അത് മേ ബി എ ഡേ ഓർ വീക്ക് അല്ലെങ്കിൽ 2 days ഒക്കെ ഒരു മാർക്കറ്റിനൊരു ചെറിയൊരു കറക്ഷൻ മോഡിൽ കാണിക്കാമെങ്കിലും അത് തിരിച്ച് റിക്കവർ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഹിസ്റ്ററി കാണിച്ചു തന്നേക്കുന്നത്. ബട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വെക്കട്ടെ. ഈ വന്ന റിസൾട്ടുകൾ ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു, പല റിസൾട്ടുകളും ഇന്ന് വന്നു. ഇന്ന് ബജാജ് ഫിനാൻസിന്റെ വന്നു, ഇന്ന് ഗുജറാത്ത് അംബുജയുടെ വന്നു, ട്രെൻഡിന്റെ വന്നു. ഇപ്പോൾ ബജാജ് ഫിനാൻസിന്റെ നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം അത് പിന്നത്തെ സെഷനിലേക്ക്. ബജാജ് ഫിനാൻസിന്റെ നല്ല റിസൾട്ട് ആണെങ്കിലും പല ഇൻഡസ്ട്രിയുടെ റിസൾട്ട്സും ബിലോ പാർ ആണ്. മനസ്സിലായി? ഈ ബിലോ പാർ റിസൾട്ട് ഞാനിപ്പോൾ ട്രെൻഡിന് എൻ്റെ അഭിപ്രായത്തിൽ ട്രെൻഡ് ഹെഡ്ലൈൻ ഫിഗേഴ്സ് നന്നായിട്ട് കാണിക്കുമെങ്കിലും ഇറ്റ് ഈസ് നോട്ട് അപ് ടു ദ മാർക്ക്. ഫോർ എ കമ്പനി ആർക്ക് കൊള്ളൂല, ഫോർ എ കമ്പനി ഈ പറയുന്ന ഗ്രോത്ത് തരക്കേടില്ല എന്ന് നമുക്ക് പറയാം. പ്രൊവൈഡഡ് ട്രെൻഡ് ഒരു 50 PE താഴെയാണ് ട്രേഡ് ചെയ്യണമെങ്കിൽ, 125 PE ട്രേഡ് ചെയ്യണം. അതായത് ഇത് കോസ്റ്റ്ലി വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഈ വക സെയിൽസ് ഗ്രോത്ത് ഒന്നും കൊണ്ടുവന്നാൽ പോരാ. ജനങ്ങളുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് 60%, 70%, 100% ഗ്രോ ചെയ്യും പ്രോഫിറ്റ്സും റവന്യൂവും എന്നുള്ള ഒരു അസംഷനിലാണ് ഈ 125 PE. ഈ PE എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിറൈവ്ഡ് ആണ്. അതായത് PEക്ക് ഒരു കാൽക്കുലേഷൻ ഇല്ല. അതായത് നമ്മൾ കറന്റ് മാർക്കറ്റ് പ്രൈസും EPS വെച്ചിട്ടാണ് PE കണ്ടുപിടിക്കുന്നത്. PE എന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസും അതിൻ്റെ ഏർണിങ്സും വെച്ച് നോക്കിയിട്ട് ഈ കമ്പനി എത്ര പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യണേ എന്നുള്ളൊരു ഫിഗറും അല്ലെങ്കിൽ എത്ര ചീപ്പായിട്ടാണ് ട്രേഡ് ചെയ്യണേ എന്നുള്ളൊരു ഫിഗറുമാണ് ഈ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് കാണിക്കുന്നത്. ഈ കമ്പനിക്ക് കൊടുക്കുന്ന പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് സൂപ്പർ നാച്ചുറൽ ഹൈ ആണ്. 125 PE അത് ട്രേഡ് ചെയ്യണേ എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഈ റിസൾട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല എന്നൊരു വാസ്തവം. പിന്നെ ഇത് കൂടാതെ നമ്മുടെ പ്രോഗ്രാം ഞാൻ ഇന്നലെ കണ്ടു. തീർച്ചയായിട്ടും ഞാനിപ്പോൾ പ്രൈമറി സോഴ്സായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ന്യൂസ് ചാനലിൽ നിന്നുള്ള, ഞാനിപ്പോൾ ഇന്നലെ തന്നെ നോക്കിയപ്പോൾ എനിക്ക് വയ്യാഞ്ഞിട്ട് പോലും ഞാൻ കണ്ടത് നമ്മുടെ നൈക്കയൊക്കെ ഇൻക്ലൂഷനിലേക്ക് വരുന്നു MSCI. എനിക്കത് ശരിക്കും പറഞ്ഞാൽ സങ്കടമുണ്ട് ജാസ്മിൻ. ഈ പറയുന്ന പോലെ സൊമാറ്റോ
നൈക്ക, സൊമാറ്റോനെയൊക്കെ നമ്മൾ NSE-യിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലേ? സൊമാറ്റോ പിന്നെ വേറെ ഏതോ കമ്പനി ICICI പ്രൊഡൻഷ്യൽ, ബ്രിട്ടാനിയയും ICICI പ്രൊഡൻഷ്യൽ ലംബോർഡും മാറിയിട്ട് എന്താ സൊമാറ്റോയും പിന്നെ ഏതാ വന്നത്? ഇന്ത്യൻ ഓയിലോ അങ്ങനെ ഓയിൽ കമ്പനികളിൽ സൊമാറ്റോ വന്നു. ഇപ്പൊ MSCI ഇൻഡെക്സിലേക്ക് നൈക്ക. ഈ പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനിയെ കൊണ്ടുവന്ന് എന്തിനാണ് മാർക്കറ്റിന്റെ വാല്യുവേഷൻ കൂട്ടണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ അത് അവർക്കൊരു പ്രോസസ് ഉണ്ട്, അത് മാർക്കറ്റ് ക്യാപ്പാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ബി ഇറ്റ്. ബട്ട് ഞാൻ പറഞ്ഞു വന്നൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു പോയിന്റ് എന്ന് വെച്ചാൽ there is nothing to give a comfort as well as valuation is concerned. Market might go up or down. അതായത് മാർക്കറ്റിന് അതിൻ്റെതായുള്ള ഇറാഷണാലിറ്റി മാർക്കറ്റിന് ഉണ്ടാവും. അതാണല്ലോ നമ്മൾ മാർക്കറ്റിനെ ഒരു എക്സെൻട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. ബട്ട് ഈവൻ ദെൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇന്നും ഒരു വാല്യുവേഷൻ കംഫർട്ട് കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാർക്കറ്റ് മാറിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ 3 മാർച്ച്, അതായത് കഴിഞ്ഞ മാസം മാർച്ച് 3-ാം തീയതി നമ്മുടെ വോൾട്ടാസും ബ്ലൂ സ്റ്റാറും AC കമ്പനീസ് ഏതാണ്ട് 7%-8% സ്റ്റോക്കുകൾ കയറിയിരുന്നു. അതെന്താണെന്നുള്ളത് നമ്മളത് നോക്കുമ്പോൾ വെച്ചാൽ നമ്മൾ ഇനി വരാൻ പോകുന്നത് വലിയൊരു സമ്മറാണ്. അതായത് സമ്മർ എന്ന് പറഞ്ഞാൽ നല്ല സ്കോർച്ചിങ് ഹീറ്റാണ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും. നോർത്ത് ഇന്ത്യയിലാണ് കേട്ടോ AC സെയിൽസ് സൗത്ത് ഇന്ത്യയെക്കാളും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഈ AC കമ്പനിക്കൊക്കെ വളരെ നന്നായിരിക്കും ഈ ക്വാർട്ടർ, അതായത് ഈ വരാൻ പോണ ഏപ്രിൽ ക്വാർട്ടറിൽ, ഏപ്രിൽ മെയ് ജൂണിലെ റിസൾട്ട് നന്നായിരിക്കും എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ പല സ്ഥലത്തും നമ്മൾ വന്നിട്ടുണ്ട്. ഞാനിത് എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ, ഞാൻ ഈ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാം. നിങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏപ്രിൽ 3-ാം തീയതി ഈ നമ്മൾ ന്യൂസ് കണ്ടു, സ്റ്റോക്കുകൾ ഏതാണ്ട് 7% കയറി. 15th മാർച്ചിനും വന്നു. 15th മാർച്ചിനും ഞാൻ എക്കണോമിക് ടൈംസിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ള കാര്യം വെച്ചാൽ അതാണല്ലോ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. ഞാൻ എക്കണോമിക് ടൈംസിന് കുറ്റം പറയാനില്ല, അവർ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 15th മാർച്ചിന് ഏതാണ്ട് അതേപോലെ തന്നെ കമ്പലിംഗ് റീസൺ ടു ബൈ AC സ്റ്റോക്സ് എന്നാണ് പറഞ്ഞത്. 27th മാർച്ചിന് വീണ്ടും ഒരു ആർട്ടിക്കിൾ വന്നു, ഗുഡ് സമ്മർ, ഗുഡ് ഫോർ AC കമ്പനി സ്റ്റോക്സ് എന്നും പറഞ്ഞു. 8th ഏപ്രിൽ, അതായത് വളരെ അടുത്ത കാലത്ത്, നമ്മളിപ്പോൾ ഏതാണ്ട് ഫാഗ് എൻഡ് ഓഫ് മന്തിലേക്കായി. 8th ഏപ്രിലിൽ വന്ന ഒരു ET ആർട്ടിക്കിൾ, എക്കണോമിക് ടൈംസ് ആർട്ടിക്കിൾ പറയുന്നതാണ്, ഞാൻ അതേപോലെ തന്നെ വായിക്കാം. സിസ്ലിംഗ് സമ്മേഴ്സ്, ഇൻക്രീസിംഗ് ഡിമാൻഡ്, അഫോർഡബിലിറ്റി, ഓൾ സെറ്റ് ടു പുഷ് അപ്പ് ദ സ്റ്റോക്ക് ഓഫ് AC സ്റ്റോക്സ്. ഹയർ റീറ്റെയിൽ ആക്ടിവിറ്റി, ചാനൽ റീസ്റ്റോക്കിംഗ്, അതായത് റീറ്റെയിൽ കമ്പനീസ് ചാനലുകൾ റീസ്റ്റോക്ക് ചെയ്യുന്നു, അതായത് വലിയൊരു സമ്മറിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കി. പുട്സ്, ബ്ലൂ സ്റ്റാർ, വോൾട്ടാസ്, ഹാവൽസ് and Amber Enterprises are well positioned to capitalize on this AC growth story. സ്വാഭാവികം, അതായത് സമ്മറിലാണ് ഏറ്റവും കൂടുതൽ AC ചിലവാകുന്നത്, അതിനെക്കുറിച്ചുള്ള എല്ലാം വന്നു. ഇത് ബേസ് ചെയ്തിട്ട് നുവാമ, സിസ്റ്റമിക്സ്, മോട്ടിലാലൊക്കെ ഈ AC കമ്പനീസിനെ അപ്ഗ്രേഡ് ചെയ്തു. ഇതൊക്കെയാണ് റിസൾട്ട്. ഏതായാലും സമ്മർ വന്നു. അതേ എക്കണോമിക് ടൈംസ് ഇന്ന് തരുന്ന ന്യൂസാണ്. വെൻ കൂൾ ഈസ് നോട്ട് സോ കൂൾ. അതായത് അവർ ഇന്ന് സജസ്റ്റ് ചെയ്തിരിക്കുന്നതല്ല, അവരുടെ ആർട്ടിക്കിൾ കൂൾ ഈസ് നോട്ട് സോ കൂൾ. അതായത് ഏതാണ്ട് ഏപ്രിൽ 20% സെയിൽസ് ഡൗൺ ആണ്. 20% സെയിൽസ് ഡൗൺ ആണ്. ഈ എല്ലാ AC കമ്പനിയും 3 to 4% പ്രൈസ് ഇൻക്രീസ് പ്ലാൻ ചെയ്തിരുന്നു ഏപ്രിൽ. അതിപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പം ഏതാണ്ട് ആ കമ്പനിയുടെ സെയിൽസുകളൊക്കെ AC കാരണമുള്ള ഡൗൺവേർഡ് ആണെന്ന് പറയുമ്പോൾ, ഇത്രയും നാൾ ബുള്ളിഷ് ഓപ്റ്റിമിസം തന്ന ബ്രോക്കറേഴ്സും ന്യൂസ് പേപ്പേഴ്സും ഇനി വരുന്ന ഡൗൺ ഗ്രേഡിനെ കുറിച്ച് എവിടെ ഉത്തരം പറയും? നമ്മളോ സാധാരണക്കാരുടെ ജനങ്ങൾ ഇവരുടെ ന്യൂസും ഇവരുടെ ബ്രോക്കറേജ് റിപ്പോർട്ടും കണ്ടിട്ട് നമ്മൾ കാലെടുത്ത് മുന്നോട്ട് വയ്ക്കുന്നു. ഇവരൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ വേദവാക്യം എന്ന് വിളിച്ച്. ലാസ്റ്റ് ഈ കമ്പനികൾ താഴോട്ട് ഡീറേറ്റ് ചെയ്യുമ്പോൾ നമുക്കും മനസ്സിലാവില്ല ഇതെന്താ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നത്. കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാർക്കറ്റിൽ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളെന്നും ജനങ്ങളുടെ കൂടെ. കാര്യം എന്താ, നമ്മളും ഒരു ജനതയാണ്, നമ്മളും ഒരു ഇൻവെസ്റ്ററാണ്, നമ്മുടെ കയ്യിലും സ്റ്റോക്ക് ഉണ്ട്, നമുക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളുണ്ട്. ഇതൊരു അഡ്വൈസ് ആയിട്ട് കണക്കാക്കരുത്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ ഇവർ പറയുന്നതിന് അപ്പാടെ തന്നെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ റിസർച്ച് നടത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാര്യം ഞാൻ ഇന്ന് വായിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നിയത്, എങ്ങനെയാണ് ഒരു സാധാരണ ഇൻവെസ്റ്റർ പബ്ലിക്കിനെ മിസ്ലീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ. ഇവർ ഇത്രയും സ്പെക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യാം, ഒരു മഴ പെയ്യെന്ന് വിചാരിക്കാം, എന്നിട്ട് പെയ്യാതിരിക്കാം, അല്ലേ? അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ലോകത്ത് സംഭവിക്കാം. പക്ഷെ അവർ അതോടുകൂടി നമ്മൾ എന്ത് പറയുമ്പോഴും പറയണല്ലോ, നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്, ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഇങ്ങനെയാണ് ചാൻസസ് കാണുന്നത്. മേ ബി ഇങ്ങനെ തിരിച്ചു വരികയാണെങ്കിൽ, സമ്മർ നന്നായിട്ട് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ AC സെയിൽസ് കുറയും. അങ്ങനെയാണെങ്കിൽ ബ്ലൂ സ്റ്റാറും വോൾട്ടാസും ഡീറേറ്റ് ചെയ്യും എന്നുള്ളൊരു ഇൻഫർമേഷനും കൂടെ അവിടെ കൊടുക്കാമല്ലോ. ഇത്ര ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇത്രയും ഹയർ വാല്യൂഷനുള്ള കമ്പനിയിൽ ഇത് ബിൽറ്റ് ഇൻ ചെയ്യുമ്പോൾ അതിൻ്റെതായ കോൺസിക്വൻസസ് അനുഭവിക്കുന്നത് സാധാരണ ഇൻവെസ്റ്റേഴ്സ് ആണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളൂ. ജാസ്മിൻ. സാർ, ഏതായാലും നമുക്ക് ഇന്ന് ഇൻഡസിൻഡ് ബാങ്കിനെ മെൻഷൻ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഓവർനൈറ്റിൽ വലിയ അപ്ഡേഷൻസ് വന്നിരിക്കുകയാണ്.
നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഡെറിവേറ്റീവ് അക്കൗണ്ടിലെ പൊരുത്തക്കേടുകൾ ഒരു വാർണിംഗ് എന്നുള്ള രീതിയിൽ നിക്ഷേപകരുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുടെ പ്രേക്ഷകരുമായിട്ട് നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നതുമാണ്. ഇപ്പോൾ ബാങ്കിന്റെ CEO സുമൻ കൽപ്പാലിയ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. ഓവർനൈറ്റിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേഷനാണ്. അതിന്റെ ഒരു അനിശ്ചിതത്വം കമ്പനിയിൽ എത്രമാത്രം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു റിസൈൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല സാർ, ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസിഗ്നേഷനോടൊപ്പം അദ്ദേഹം കുറച്ച് പോയിന്റ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡെറിവേറ്റീവ് വിഷയവുമായി ബന്ധപ്പെട്ട് താൻ ആ ഒരു പദവിയിൽ നിന്നും സ്ഥാനം ഒഴിയുകയാണെന്നും അത് മാത്രമല്ല ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നുമാണ് സുമൻ കൽപ്പാലിയ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിന്റെ തന്നെ പല സെഷനുകളിൽ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു റെസിഗ്നേഷനെ അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെന്റ് തലപ്പത്തിൽ നിന്നുള്ള ഒരു മാറ്റത്തെ സാർ എങ്ങനെയാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ വിലയിരുത്തുന്നത്? നമ്മൾ എനിക്ക് തോന്നുന്നു മാർച്ച് 12 ബ്രേക്ക് ചെയ്തതാണ് അല്ലെ. മറ്റുള്ള എക്കണോമിക് ടൈംസോ ബിസിനസ് ചാനലോ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇതിനകത്തുള്ള ഒരു ഇൻസൈഡർ ട്രേഡിംഗിന്റെ ഒരു ഇഷ്യൂ നമ്മൾ ബ്രേക്ക് ചെയ്തതാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ഡെപ്യൂട്ടി CEO അരുൺ ഖുറാന മിനിഞ്ഞാന്ന് റിസൈൻ ചെയ്യുന്നു. ഇന്നലെ സുമൻ കപാലിയ അല്ലെ MD and CEO കത്പാലിയാൻ കൂടെ റിസൈൻ ചെയ്യുന്നു. അതായത് റെസിഗ്നേഷൻ. ഞാൻ അടുത്ത കാലത്ത് 2 മാസത്തിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ കുറിച്ച് കേട്ട ഏറ്റവും നല്ല ന്യൂസുകളായിരുന്നു ഇതെന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ RBI പോലും ഇവർക്ക് ഇപ്പൊ ബോർഡ് ഇവരെ 3 കൊല്ലത്തേക്കാണ് റെക്കമെൻഡ് ചെയ്തത്. RBI 1 കൊല്ലത്തെ എക്സ്റ്റൻഷനാണ് കൊടുത്തത്. RBIക്ക് പോലും വിശ്വാസത്തിലുള്ള ഒരാളാണ്, വിശ്വാസമില്ലാത്ത ആളാണ് അതിന്റെ തലപ്പത്തിരുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും നമ്മളൊരു സ്കെപ്റ്റിസിസമോട് കാണുന്നത്. അത് മാത്രമല്ല അയാളുടെ ടെന്യൂറിൽ നടന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. കാര്യം അതിനു മുമ്പേ ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനും ഒന്ന് വായിക്കുകയായിരുന്നു. ഐ അണ്ടർടേക്ക് മോറൽ റെസ്പോൺസിബിലിറ്റി ഗിവൺ ദ വേരിയസ് ആക്ട്സ് ഓഫ് commission/omissions that have been brought to my notice എന്നുള്ള. അപ്പൊ എന്താണ് ഈ മോറൽ റെസ്പോൺസിബിലിറ്റി എന്നാണോ ഇവരുടെ ട്രേഡിംഗ് ഡെസ്കിന് അടിച്ചത് അപ്പൊ ഡിസ്ക്ലോസ് ചെയ്തിരുന്നേ കൊള്ളായിരുന്നു. ആ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അത് കമത്തി വെച്ച് അത് മൂടി വെച്ച് അതിന്റെ മോളിൽ കയറി ഇരുന്നിട്ട് ഏതാണ്ട് മാർച്ച് മാസം ഇതിനെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് മോറൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ള. അത് ഉരുളേണ്ട തലയാണെങ്കിൽ അത് ഉരുളണം തന്നെയായിരുന്നു. അതൊരു ഓണറബിൾ ആയിട്ട് അദ്ദേഹം റിസൈൻ ചെയ്തു പോയത് നന്നായി. ഇല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അത് എടുത്ത് കളയേണ്ടി വന്നേനെ. RBIയും ജനങ്ങളും ഷെയർ ഹോൾഡേഴ്സും സമ്മതിക്കില്ലായിരുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ബാങ്ക് എനിക്ക് തോന്നുന്നു ഒരു കമ്മിറ്റി ഓഫ് എക്സിക്യൂട്ടീവ്സിനെ അവർ അപ്പോയിന്റ് ചെയ്യും. അതായത് അത് സാധാരണ ബാങ്കിൽ CEO ഒക്കെ മാറിക്കഴിഞ്ഞ ഒരു സിംഗിൾ പേഴ്സൺ ആണ് പോണെങ്കിലും ഇനി ബാങ്കിന് അടുത്ത CEO അപ്പോയിന്റ് ചെയ്യുന്നവരെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നടത്തിക്കൊണ്ടുപോകാനായിട്ട് ഒരാളെ ഇന്ററിം രീതിയിൽ വയ്ക്കില്ല. ഒറ്റയാൾ എന്നുള്ള ആളെ ഇന്ററിം CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യില്ല. അതിന് പകരം എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റി, എന്താ പറയുക, കമ്മിറ്റി ഓഫ് എക്സിക്യൂട്ടീവ്സ് എന്നാണ് പറയുന്നത്. ഈ കമ്മിറ്റി ഓഫ് എക്സിക്യൂട്ടീവ്സിനെ വെച്ചിട്ട് CEOന്റെ റോളും റെസ്പോൺസിബിലിറ്റിയും നടത്തുന്ന രീതിയിലായിരിക്കും ഇൻഡസ്ഇൻഡ് ബാങ്ക് അതിന് വേണ്ടിയിട്ട് RBIയോട് ഒരു റിക്വസ്റ്റ്, ഒരു പെർമിഷൻ ചോദിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ നമ്മുടെ തൂത്തുക്കുടി ബേസ്ഡ് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കും ഇതേപോലെ അവരുടെ CEOന്റെ ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഇന്ററീമായിട്ട് ഈ കമ്മിറ്റി ഓഫ് എക്സിക്യൂട്ടീവ്സ് 3 പേരടങ്ങുന്ന കമ്മിറ്റി ഓഫ് എക്സിക്യൂട്ടീവ്സിനെ വെച്ചിട്ടാണ് CEOയുടെ ഫംഗ്ഷൻ അവർ നടത്തിക്കൊണ്ട് പോയെന്നുള്ളത് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഈ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ രാമകൃഷ്ണ ഫോർജിങ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഓട്ടോമൊബൈൽ കമ്പനിക്കും ഡിഫൻസ് കമ്പനിക്കും മൈനിങ് കമ്പനീസ് റെയിൽവേ കമ്പനിക്കും ഒക്കെ ഫോർജ്ഡ് പ്രോഡക്ട്സ് അവർ പറയുന്ന ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ ഈ ഫോർജ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു രാമകൃഷ്ണ ഫോർജിങ്സ് ഒരു കമ്പനിയുണ്ട്. ഈ രാമകൃഷ്ണ ഫോർജിങ്സ് കമ്പനി എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറും എല്ലാവർക്കും അറിയാവുന്ന മൾട്ടി ബാഗർ സ്റ്റോക്ക് എന്നുള്ള നല്ല ഒരു കോമ്പൗണ്ടർ ആട്ടോ. കൊല്ലങ്ങളായിട്ട് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ നമ്മൾ കമ്പനികളിൽ മിസ്റ്റേക്സ് നടക്കാം, തെറ്റുകൾ സംഭവിക്കാം എന്നുള്ളത് പറയാനാണ്. ഓൺ കോൺട്രറി ഇൻഡസ്ഇൻഡ് ബാങ്ക് ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ഞാൻ പറയാം രാമകൃഷ്ണ ഫോർജിങ്സിന് നല്ലൊരു ഓപ്പറേറ്റിംഗ് ഹിസ്റ്ററിയുള്ള കമ്പനിയാണ്. അവരിപ്പോൾ അടുത്ത കാലത്ത് 2025 അവരുടെ ഇൻവെന്ററി ഒന്ന് വാല്യുവേറ്റ് ചെയ്ത് നോക്കി. ഇൻവെന്ററിയുടെ ഒരു സ്റ്റോക്ക് ടേക്കിംഗ് ഒക്കെ എടുത്തു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത് ഏതാണ്ട് 150 കോടിയുടെ ഇൻവെന്ററിയിൽ ഒരു ഡിസ്ക്രിപ്പൻസി എന്നതാണ്. 150 കോടിയുടെ ഡിസ്ക്രിപ്പൻസി. അത് എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഒരു ടോട്ടൽ നെറ്റ്വർത്ത് ഉണ്ടല്ലോ, അവർക്ക് 3000 കോടി നെറ്റ്വർത്ത് ഉള്ള കമ്പനിയാണ് കേട്ടോ രാമകൃഷ്ണ ഫോർജിങ്സ്. ആ രാമകൃഷ്ണ ഫോർജിങ്സിന്റെ 3000 കോടിയുടെ 4 തൊട്ട് ആ നെറ്റ്വർത്തിന്റെ 4 തൊട്ട് 5% വരെ ഈ ഇൻവെന്ററി ഡിസ്ക്രിപ്പൻസി അതിനെ അഫക്ട് ചെയ്യും. ഏതാണ്ട് 150 കോടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4 തൊട്ട് 5% വരെ അത് അഫക്ട് ചെയ്യും എന്നുള്ളത്. അവരെന്താ ചെയ്തെന്നുള്ളത് ഉടൻ തന്നെ അവരത് എക്സ്ചേഞ്ചിന് ഡിസ്ക്ലോസ് ചെയ്തു. അവർ പ്രസ് മീറ്റിംഗ് നടത്തി. അവരെന്താ ചെയ്ത് അവർ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെയുള്ള ഒരു എംപ്ലോയി കാരണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും അത് സംഭവിച്ചത്. അവർ ഉടൻ തന്നെ അത് ക്വാളിഫൈ ചെയ്ത് അവർ അതിന് വേണ്ടിയിട്ട് റെമഡിയൽ മെഷർ എടുത്ത് അവരെന്ത് ചെയ്തു എന്നറിയോ, അവരുടെ ഷെയർസ് പ്ലെഡ്ജ് ചെയ്ത് പൈസ എടുത്ത് പ്രൊമോട്ടർ അതിനകത്ത് ഇൻഫ്യൂസ് ചെയ്യാണ്. അതായത് ഈ നോഷണൽ ലോസിനെ ഒന്ന്
നമുക്ക് എന്തെങ്കിലും രീതിയിൽ അതൊന്ന് ഇത് ചെയ്യണമല്ലോ, നെഗേറ്റ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവരത് ചെയ്യണം. എന്നിട്ട് അവർ പറയണം ഞങ്ങൾ ഈ പൈസ കൊണ്ടുവരുന്ന കാരണം നെറ്റ്വർത്ത് ഒന്ന് പിടിച്ചു നിർത്തണം, അത് മാത്രമല്ല ലിക്വിഡിറ്റി കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യണം. അവർക്ക് അത് വളരെ സങ്കടം. വി ആർ എക്സ്ട്രീംലി സോറി ഫോർ ദിസ്. എപ്പോൾ ഇഷ്യൂ വരുന്നോ, അതായത് 2025 ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നല്ലേ ഉള്ളൂ, 24-25 ആ സമയത്ത് തന്നെ അവരത് ക്വാളിഫൈ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് ഒരു സൈഡിൽ കൂടി നടക്കുമ്പോൾ ഞാൻ പറഞ്ഞ തെറ്റുകളൊന്നും നമുക്ക് പ്രശ്നമല്ല. അതായത് തെറ്റുകൾ കമ്പനി ആകുമ്പോൾ സംഭവിക്കും. ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ തെറ്റുപറ്റാം, അതേപോലെ തന്നെ ഓപ്പറേഷണൽ സ്ട്രാറ്റജിയിൽ തെറ്റുവരാം. HR ഇപ്പം നമ്മൾ ഇൻഫോസിസ് ഏതാണ്ട് 150 പേരെ പറഞ്ഞു വിടുന്നു. ഇറ്റ് ഈസ് എ ഫെയിലർ ഓൺ ദ സ്ട്രാറ്റജി ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ്. അവരുടെ ഇപ്പോൾ ഓരോ സ്ട്രാറ്റജി നമ്മൾ അതിനെ കാണുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക നെറ്റ്വർത്ത് അഫക്ട് ചെയ്യണം മാത്രം, ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സിന് മാത്രം ഹിറ്റ് വരുമ്പോൾ നമ്മൾ പറഞ്ഞു അയ്യോ അത് വലിയ തെറ്റായി പോയി. അതും നടക്കും. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും തെറ്റും, HR ഡിപ്പാർട്ട്മെന്റും തെറ്റും, ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റും തെറ്റും. അങ്ങനെ പല രീതിയിൽ തടത്തുന്ന തെറ്റുപോലെ തന്നെയാണ് ഇതും. പക്ഷേ അതിന് എന്താണ് മാനേജ്മെന്റ് കൗണ്ടർ മെഷർ എടുത്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള. ഇപ്പൊ രാമകൃഷ്ണ ഫോർജിങ്സിന്റെ കഥ ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ ഇൻഡസിൻഡ് ബാങ്ക്. ഇതാണ് മാനേജ്മെന്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് തെറ്റുകൾ സംഭവിച്ചാലും അത് എങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ എഫിഷ്യൻസി. അവിടെയാണ് നിങ്ങൾ പ്രീമിയം മൾട്ടിപ്പിൾസ് കൊടുക്കേണ്ടത്. അവിടെയാണ് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ്. ഇറ്റ് ഈസ് ഫോർ ദ മാനേജ്മെന്റ് എഫിഷ്യൻസി, ഹോണസ്റ്റി, സിൻസിയറിറ്റി. മാർക്കറ്റ് പാരലൻസിൽ അതിനെ പറയണേ അപ്രൈറ്റ് മാനേജ്മെന്റ് എന്ന്, UPRIGST. അപ്രൈറ്റ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ടേംസിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ടേംസിൽ നമ്മൾ യൂസ് ചെയ്യണേ എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു വെക്കുന്നത്. സാർ, നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ബജാജ് ഫിനാൻസിലേക്ക് തന്നെ പോവുകയാണ്. ഇന്ന് സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ബജാജ് ഫിൻസർവിന്റെയും ഫിനാൻസിന്റെയും ക്വാർട്ടർലി നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ബജാജ് ഫിൻസർവ് 6% കൂടുതൽ ഇടിവാണ്. ബജാജ് ഫിനാൻസിൽ 5.37% ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. ക്വാർട്ടർലി നമ്പേഴ്സിലേക്ക് വളരെ പെട്ടെന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റിൽ 16% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോൺ പെർഫോമിംഗ് അസറ്റ്സിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബജാജ് ഫിനാൻസിൽ ഒരു 1.12% നിന്നും 1.18% എത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നെറ്റ് NPI വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ അസറ്റ് ക്വാളിറ്റിയിൽ ഒരു സംശയം നമുക്കുണ്ടാവുകയാണ്. അസറ്റ് ക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ബജാജ് ഫിൻസർവും ബജാജ് ഫിനാൻസും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തുകയാണ്. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ബജാജിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിവിഡൻഡ്, അതിനപ്പുറത്തേക്ക് ബോണസ് ഇഷ്യൂ, സ്റ്റോക്ക് സ്പ്ലിറ്റ്, പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ആക്ഷൻസ് കൂടി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുകയാണ്. ഈ ഒരു ക്വാർട്ടർലി നമ്പേഴ്സിനെയും കമ്പനിയുടെ തീരുമാനങ്ങളെയും ഒക്കെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജാസ്മിൻ, ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. അത്രയും വലിയ സൈസ്, ഏതാണ്ട് 5 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനി ഈ പറയുന്ന പോലെ നല്ലൊരു സെയിൽസ് ഫിഗർ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളതാണ്. അത് ഒരു സ്ഥലത്ത് പ്രതീക്ഷിച്ചതുമാണ്. ആ പ്രതീക്ഷിച്ചത് എവിടെയെന്നറിയോ? നമ്മൾ റിസൾട്ട് ഇതിന്റെ സ്റ്റോക്ക് പ്രൈസിലാണ്. നമ്മൾ ഈ ടാരിഫിന്റെ ബേസിസിൽ ഒരുപാട് സ്റ്റോക്സ് അടിച്ചിട്ടുണ്ടല്ലോ, ഈവൻ ടാറ്റ മോട്ടോഴ്സ് അങ്ങനെയെല്ലാം അടിക്കുമ്പോഴും നമ്മൾ ബജാജ് ഫിനാൻസ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ റീസൺ എന്തായിരുന്നു? ഈ റിസൾട്ട് കൊണ്ടുവരുന്ന മാർക്കറ്റിന് എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ടായിരുന്നു. അതായത് ഇത് പെർഫോം ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ്. അതിന്റെ കൂടെ ഏതാണ്ട് ബോണസും സ്പ്ലിറ്റും ഒക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബജാജ് ഫിനാൻസിന് ആ ന്യൂസ് ഔട്ടായി സ്റ്റോക്ക് ചെറുതായിട്ട് താഴേക്ക് പോയി. അതല്ലേ നമ്മൾ പറയില്ലേ, ബൈ ഓൺ റൂമർ സെൽ ഓൺ ന്യൂസ് എന്ന്. അതായത് റൂമറിൽ നമ്മൾ ബൈ ചെയ്തു, അതായിരുന്നല്ലോ ആ കമ്പനിയിൽ ഉണ്ടായിരുന്ന കോൺഫിഡൻസ്. റിസൾട്ട് ഡെലിവറി ചെയ്തപ്പോൾ സെല് ചെയ്തു എന്നുള്ള. പിന്നെ ഈ പറഞ്ഞ പോലെ ഡിവിഡൻഡ്, നല്ല രീതിയിൽ സ്പെഷ്യൽ ഡിവിഡൻഡ് പറഞ്ഞ പറഞ്ഞ പോലെ AUM എനിക്ക് ഒരു 26% ഗ്രോത്ത് ഉണ്ട് അല്ലേ? പാറ്റ് 16 തൊട്ട് 17%, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏതാണ്ട് 19%, നെറ്റ് NPA 0.4%, ടോട്ടൽ ഡിവിഡൻഡ് 56, എനിക്ക് തോന്നുന്നു ഫൈനൽ ഡിവിഡൻഡ് 44, സ്പെഷ്യൽ ഡിവിഡൻഡ് 12. ഇനിയിപ്പോൾ ഈ പറയാൻ വന്നത് ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ റിസൾട്ട് നോക്കിയപ്പോഴേ അതിനകത്ത് അവരുടെ ലോൺ റിസ്ക് മോഡൽ അവരൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലോൺ റിസ്ക് മോഡൽ അപ്ഡേറ്റ് ചെയ്തത് കാരണം അവർക്ക് 359 കോടി 359 ക്രോസിന്റെ അഡീഷണൽ പ്രൊവിഷൻസ് അവർക്കൊന്ന് മാർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് കുറച്ചുകൂടെ ഒരു സ്ട്രിഞ്ചന്റ് ആക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രൊവിഷൻസ് അവർ ആഡ് ചെയ്തു, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് റിസൾട്ടിൽ വന്നതെന്നുള്ള. പിന്നെ ഒരു കാര്യം, ഏതാണ്ട് 350 കോടിയോളം തന്നെ ടാക്സ് അവരെന്താ പറയുക, ഒരു ടാക്സ് ബെനിഫിറ്റ്, പഴയ ഒരു കോർട്ട് റൂളിങ്ങിന്റെ ടാക്സ് ബെനിഫിറ്റ് അത് കമ്പനിക്ക് അകത്തേക്കും കിട്ടി. അപ്പോൾ പ്രൊവിഷൻസും വെച്ചു ഒരു അഡീഷണൽ ആയിട്ട്, അതുകൂടാതെ 350 കൂടെ കിട്ടി എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരു ഷെയർ ഉള്ളവർക്ക് 4 ബോണസ് ഷെയർ ആയിട്ട് മാറും. ഇത് കൂടാതെ സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ലെ 1:2. അതായത് ഇതുവരെ ഫേസ് വാല്യൂ 2 ഉള്ള കമ്പനിയാണ് നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ കാണുന്നത്. അതിനെ ഇപ്പം ഫേസ് വാല്യൂ 1 ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് മാറും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഫേസ് വാല്യൂ 2ന്റെ ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഫേസ് വാല്യൂ 1 ഉള്ള 2 സ്റ്റോക്ക് ആയിട്ട് മാറും എന്നുള്ളത്. ഞാൻ ഇതിനകത്ത് ജനങ്ങളോട് ഒരൊറ്റ കാര്യമേ പറയുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് തോന്നുന്നു 9,000 രൂപയും കണ്ടാണ് അതിന്റെ വില ആകുന്നല്ലേ? എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ബജാജ് ഫിനാൻസിന് ഈ പറയുന്ന പോലെ അല്ലെ 8,600 കോടി അല്ലെ? ഇതെല്ലാം സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസും എല്ലാം കൂടെ കഴിയുമ്പോൾ ഷെയറിന്റെ പ്രൈസ് വളരെ കുറവായിട്ട് കാണും.
8,000 9,000 ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ഒരു കമ്പനി ചീപ്പാണെന്നോ ചെറുതാണെന്നോ വിശ്വസിക്കരുത്. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളതാ, ജനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആരെ സംസാരിച്ചാൽ 100 രൂപയുടെ താഴെയുള്ള സ്റ്റോക്ക് ഇല്ലേ, 100 രൂപയുടെ താഴെയുള്ള സ്റ്റോക്ക് ഇല്ലേ എന്നല്ല. ഇപ്പൊ ബജാജ് ഫിനാൻസ് സ്പ്ലിറ്റും ബോണസും ഒക്കെ കഴിയുമ്പോൾ ഈ 8,000 രൂപ എന്നൊക്കെ മാറി ചെറിയൊരു പ്രൈസ് ആവും. 5 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പാണ്, അതൊരു വലിയ കമ്പനിയാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന 100 രൂപയിൽ താഴെയുള്ള സ്റ്റോക്കുകൾ ചെറിയ സ്റ്റോക്ക് ആണെന്നോ ചീപ്പ് സ്റ്റോക്ക്. ഉദാഹരണത്തിന് വോഡാഫോണൊക്കെ, ഇപ്പൊ 5 ലക്ഷം കോടിയല്ലേ നമ്മൾ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് പറയുന്നത്, ഏതാ ബജാജ് ഫിനാൻസ്. വോഡാഫോൺ എത്ര രൂപയാണ് ജാസ്മിൻ ഒന്ന് നോക്കി പറഞ്ഞാൽ കൊള്ളായിരുന്നു. വോഡാഫോൺ 7 രൂപ റേഞ്ചിലല്ലേ ഇപ്പൊ ഗവൺമെന്റ് 10 രൂപയ്ക്ക് എടുക്കുന്നത്. അതിന്റെ കടം മാത്രമുണ്ട് 2.5 കോടി. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മൾ നാട്ടുകാർ വിചാരിക്കുന്നത് 7 രൂപയുണ്ട്, അയ്യോ വളരെ ചീപ്പ് സ്റ്റോക്ക് ആണെന്ന്. മറ്റേ സൈഡിൽ ബജാജ് ഫിനാൻസ് 9,000 കിടക്കണം, അത് വലിയ സ്റ്റോക്ക് ആണെന്ന് പേര്. ബജാജ് ഫിനാൻസിന്റെ മാർക്കറ്റ് ക്യാപ്പിന്റെ പകുതിയുണ്ട് വോഡാഫോണിന് കൊടുക്കാനുള്ള കടം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നുള്ള. പക്ഷെ ഇതില് എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ലൈവ് അപ്ഡേറ്റ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അടുത്ത കാലത്ത് ഒരു ന്യൂസ് വന്നിരുന്നു, ഇതിൽ വന്ന ന്യൂസാണ്. ഞാൻ ഇന്നലെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് പറയണമെന്ന് വിചാരിച്ചു, പ്രേക്ഷകരെ ശ്രദ്ധിക്കുക. അതായത് SML ഇസൂസു എന്ന് പറഞ്ഞാൽ CV കമേഴ്ഷ്യൽ വെഹിക്കിൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഈ SML ഇസൂസുവിലേക്ക് മഹീന്ദ്ര ഏതാണ്ട് എനിക്ക് തോന്നുന്നു 59% അല്ലെ 59% സ്റ്റേക്ക് മേടിച്ചെന്നുള്ളൊരു ന്യൂസ് വന്നു. ഞാൻ ആ ന്യൂസ് കേട്ടിട്ട് ജാസ്മിൻ ഭയങ്കരമായിട്ട് ഞാൻ ആക്ച്വലി ഞെട്ടിപ്പോയി. എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം എന്നറിയോ? അതിനകത്ത് അവർ പറഞ്ഞേക്കണത് അത് എന്തുകൊണ്ടാണെന്നറിയോ, മഹീന്ദ്ര എന്തുകൊണ്ട് മേടിക്കുന്നു വെച്ചാൽ ഈ ബസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ SML ഇസൂസു എന്ന് പറയുന്ന ജാപ്പനീസ് കമ്പനിയാണ്. അതും SML തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പിലാണ് SML ഇസൂസു. 3.5 ടൺ ട്രക്കും ബസ്സും ഒക്കെ ഇവർക്ക് ഒരുപാടുണ്ട്. നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ട് SML ഇസൂസു. ഇതുകൂടാതെ ഇലക്ട്രിക് വെഹിക്കിളിൽ ഒരുപാട് ബസ്സിന്റെ ഡെവലപ്മെന്റ് ഇവർ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ മഹീന്ദ്ര SML ഇസൂസുവിനെ മേടിക്കുകയാണെങ്കിൽ EV ബസ്സിന്റെ കാര്യത്തിൽ ഏതാണ്ട് SML ഇസൂസുവിന്റെ ആ കേപ്പബിലിറ്റി ഇവർക്ക് കിട്ടും. രണ്ടാമത് ഇവർ 3.5 ടൺ ട്രക്ക് 3.5 ടണ്ണിനേക്കാളും കൂടുതലുള്ള CV സെഗ്മെന്റിൽ ഇവരെ 4th ലാർജസ്റ്റ് പ്ലെയർ ആക്കി മാറ്റും മഹീന്ദ്രയെ സംബന്ധിച്ച് ഇതൊരു പെർഫെക്റ്റ് ഫിറ്റാണ്. അവരെ സംബന്ധിച്ച് കിട്ടാവുന്ന ഒരു ചെറിയ കമ്പനിയാണ് അവർ മേടിച്ചതെന്നുള്ള. ഏതാണ്ട് 59% സ്റ്റേക്ക്, നിയർലി 60% സ്റ്റേക്കിന് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 555 കോടിയാണ്. 59% സ്റ്റേക്ക്. അതിന് ഒരു ഷെയറിന്റെ പ്രൈസ് എത്രയെന്നറിയോ? അവർ SML ഇസൂസുവിന് കൊടുക്കുന്നത് 650 രൂപ പെർ ഷെയർ. സ്റ്റോക്ക് എത്രയ്ക്കാണ് ട്രേഡ് ചെയ്യണമെന്നറിയോ? 1,500 രൂപ. 1,500 രൂപയ്ക്ക് 2,300 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ആ കമ്പനി ടോട്ടലായിട്ട് മേടിക്കാൻ 2,300 കോടി. 1,500 രൂപയുടെ ഷെയർ വെച്ചിട്ട് 2,300 രൂപ കോടി കൊടുത്താൽ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് കമ്പനി കിട്ടും എന്നാണ് മാർക്കറ്റ് ക്യാപ്പ് സൂചിക്കുന്നത്. അതിനെയാണ് ഇവർ 555 കോടി അതിന്റെ പകുതി റേറ്റിന്. ഇങ്ങനെയാണ് ഈ മഹീന്ദ്രയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ. അതായത് പകുതി കാശിനാണ് SML ഇസൂസു കിട്ടിയിരിക്കുന്നത് എന്നുള്ള. ഒന്ന് ആലോചിച്ചു, ഇത്രയും വലിയ ഡിസ്കൗണ്ടിൽ എങ്ങനെ കിട്ടിയെന്നുള്ള. അപ്പൊ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് ഞാൻ ആലോചിക്കണം. 1,500 നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഇതിന്റെ 50% മഹീന്ദ്ര മേടിക്കുന്നത് 550 കോടിക്കാണ്. എന്നിട്ടും ആ ഷെയർ വീണില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് പ്രതിഭാസമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും ഒന്ന് ആലോചിച്ചു. പക്ഷെ ഒരു കാര്യം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം, മഹീന്ദ്ര ഷെയർ ഹോൾഡേഴ്സ് സന്തോഷിക്കേണ്ട കാര്യമാണ്. കാര്യം മഹീന്ദ്രയെ പോലെ നല്ലൊരു ഇൻവെസ്റ്റർ വേറെ ഇല്ല. കാര്യം ഇത്രയും നല്ലൊരു അസറ്റ്, അതായത് അവരുടെ സ്ട്രാറ്റജിക് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്ട് 2,300 കോടി രൂപ വിലയുള്ള മാർക്കറ്റ് വാല്യൂ ഉള്ള കമ്പനിയെ അവർ അതിന്റെ പകുതി വെറും ഈ പറഞ്ഞ പോലെ 555 കോടിക്കാണ് അവർ മേടിക്കുന്നത് എന്നുള്ളതാണ് ഏതാണ്ട് പകുതി പ്രൈസിന്. അതുകൊണ്ട് മഹീന്ദ്രനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. SML ഇസൂസു പ്രൊമോട്ടേഴ്സിന് ജാപ്പനീസുകാർക്ക് എത്രയും പെട്ടെന്ന് ഇന്ത്യ വിട്ട് പോകണം എന്നുള്ളതാണ് മനസ്സിലാക്കി എന്നുള്ളത്. SML ഇസൂസു കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ സർക്യൂട്ടിലായിരുന്നു 10%. തീർച്ചയായിട്ടും വന്നില്ലെങ്കിലല്ലേ ആവശ്യമുള്ളൂ. ഇന്നും ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. മഹീന്ദ്രയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1% ഒരു മുന്നേറ്റവും നമുക്ക് കാണാൻ സാധിക്കും. എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് SML ഇസൂസുവിന്റെ പ്രൊമോട്ടർ എന്ന് ആലോചിച്ച്. 1,500 നമ്മൾ ഷെയർ ഹോൾഡർ നമ്മൾ മേടിക്കുകയാണ്. അവരുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് കണ്ടിട്ട് മാനേജ്മെന്റ് കമന്ററി, അതായത് ഇസൂസുവിന്റെ ഒക്കെ മാനേജ്മെന്റ് കണ്ടിട്ട് നമ്മൾ മേടിക്കുമ്പോൾ അതിന് ഏതാണ്ട് 650 രൂപ പെർ ഷെയറിന് അത് മഹീന്ദ്രയ്ക്ക് കൊടുക്കാന്ന്. മഹീന്ദ്ര ഷെയർ ഹോൾഡറിന് നല്ല കാര്യം, SML ഇസൂസു ഷെയർ ഹോൾഡറിന് എന്ത് പറയാനെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതൊക്കെയാണ് മാർക്കറ്റിൽ നടക്കുന്ന കാര്യം. നമ്മളിതൊക്കെ പോസിറ്റീവായിട്ട് കാണുന്നു. ചിലർ വിളിച്ചുകൊണ്ട് SML ഇസൂസുവിന് അത് നല്ലതല്ലേ, മേടിക്കാൻ കൊള്ളാമല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഞാനിതൊന്ന് അവതരിപ്പിച്ചതെന്ന് മാത്രം. സൂരജ് സാർ, ഏതായാലും നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് കൂടി ഇപ്പോൾ സമയം എടുക്കേണ്ടതുണ്ട്. ഏതായാലും മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് അനിലയാണ് ജോയിൻ ചെയ്യുന്നത്. നില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. എന്തായാലും ഇന്നൊരു എക്സ്പയറി ദിനത്തിൽ നാളെ മാർക്കറ്റ് മഹാരാഷ്ട്ര ഡേ പ്രമാണിച്ച് അവധിയാണ്. തീർച്ചയായിട്ടും എക്സ്പയറി ഇന്നാണ്. നിഫ്റ്റി 50 സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ഒരു വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇടിവുണ്ട്. നിഫ്റ്റി 50 ഇപ്പോൾ നാമമാത്രമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട കമ്പനികളിൽ ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് ശേഷം ബജാജ് ഫിനാൻസ്, ഫിൻസർവ് അടക്കമുള്ള കമ്പനികളിൽ ഒരു ഇടിവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു പ്രോഫിറ്റ് ടേക്കിംഗ്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്?
ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നൊരു എക്സ്പയറി ഡേ ആയിട്ട് കൂടി നമുക്കൊരു കാര്യമായിട്ടുള്ള അപ്സൈഡ് മൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു ഡിറക്ഷൻ സ്വീകരിക്കാതെയാണ് ആദ്യത്തെ 45 മിനിറ്റുകൾ പിന്നിടുമ്പോഴേക്കും വിപണി നീങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇത് ഇന്ന് മാത്രമല്ല എന്ന് തന്നെ നമുക്ക് പറയണം. ഒരു പക്ഷേ ഈ ഒരു വീക്ക് ആരംഭിച്ചപ്പോൾ മുതൽ, അതായത് ഒരു മൺഡേ മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മോഡ്, ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് പ്രധാനമായിട്ടും വിപണിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഒരു ഡിറക്ഷൻ സ്വീകരിക്കാൻ സാധിക്കാതെ ആ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഏകദേശം ഒരു 24,200 അല്ലെങ്കിൽ 24,000 മുതൽ 24,300 400 ആ ഒരു റേഞ്ചിൽ നിന്നുകൊണ്ടാണ് പ്രധാനമായിട്ട് നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഇന്നും സ്ഥിതി ഈ 45 മിനിറ്റുകൾ പിന്നിടുമ്പോൾ പോലും ആ ഒരു സ്ഥിതി വ്യത്യസ്തമല്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇനി മറ്റ് മൂവ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 24,362.85 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തുടക്കം പരിശോധിക്കുമ്പോൾ വളരെ ആദ്യത്തെ ഒരു മിനിറ്റുകളിൽ പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ അടക്കം ഒരു നെഗറ്റീവ് സ്റ്റാർട്ടായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. ആ ഒരു ലെവലിലേക്ക് ഒരുപക്ഷെ ഇന്ന് മാർക്കറ്റ് ഇടിവിലേക്ക് പോകുന്നു എന്ന് സംശയം ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു കാണാം. പക്ഷെ അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റിന് ആ ഒരു ലോ ലെവൽസിൽ നിന്ന് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വരികയും പിന്നീടാണ് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് ഇപ്പോൾ പ്രധാനമായിട്ടും വിപണി നീങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും നിഫ്റ്റി 50യുടെ തന്നെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 32 ഓഹരികൾ നേട്ടത്തിൽ തുടരുമ്പോൾ 18 ഓഹരികളാണ് ഇടിവിലേക്ക് പോയിരിക്കുന്നത്. HDFC ലൈഫ്, പവർ ഗ്രിഡ്, സിപ്ല, HDFC ബാങ്ക് തുടങ്ങിയ ഓഹരികളിലൊക്കെ വളരെ ശക്തമായിട്ട് അപ്സൈഡ് മൂവ്മെന്റ് കാണുമ്പോൾ ഡൗൺ സൈഡിലേക്ക് വരുമ്പോഴേക്കും പ്രധാനമായിട്ടും റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ബജാജ് ട്വിൻസിലാണ് ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാസ്മിനും സൂരജ് സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത ആ ഒരു ന്യൂസിനോട് വളരെ അഗ്രസീവായിട്ടാണ് നിക്ഷേപകർ റിയാക്ട് ചെയ്തിരിക്കുന്നത്. ബജാജ് ഫിൻസർവ് 6% ഇടിവിലേക്ക് കുത്തുമ്പോൾ ബജാജ് ഫിനാൻസിന്റെ ഓഹരികൾ 5% മുകളിലൊരു ഇടിവിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും ഒരു പക്ഷേ വളരെ നാമമാത്രമായിട്ടുള്ള ഓഹരികൾ മാത്രമാണ് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ ഇന്നിപ്പോൾ ഒരു നേട്ടം നൽകിയിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടുന്നത് നിഫ്റ്റിയിലെ ഏറ്റവും വലിയ ഹെവി വെയിറ്റ് ആയിട്ടുള്ള HDFC ബാങ്ക് ഓഹരികളാണ്. 1% മുകളിലുള്ള ഒരു നേട്ടത്തിലേക്കാണ് HDFC ബാങ്ക് ഓഹരികൾ എത്തിയിരിക്കുന്നത്. ഒപ്പം കൊട്ടക് ബാങ്ക് ഓഹരികളും 0.5% മുകളിൽ ഇടിവിലേക്ക് എത്തിയിട്ടുണ്ട്. ക്ഷമിക്കണം. ഇനി ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്ക്, AU ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ഇൻഡസിൻ ബാങ്ക് തുടങ്ങിയ ഓഹരികളിലൊക്കെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് കാണുന്നത്. സെക്ടേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും ഒരു മിക്സഡ് പെർഫോമൻസ്, കംപ്ലീറ്റ് ആയിട്ട് ബുൾസോ അല്ലെങ്കിൽ BSO കൈയടക്കിയിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം പല സെക്ടേഴ്സിലും നമുക്കൊരു 1% അപ്സൈഡ് മൂവ്മെന്റ് കാണുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് നിഫ്റ്റി ഫാർമ സൂചികയാണ്. 0.9% മുകളിലൊരു നേട്ടത്തിലാണ് നിഫ്റ്റി ഫാർമ സൂചിക എത്തിയിരിക്കുന്നത്. ഒപ്പം മെറ്റൽ സൂചികയിലേക്ക് എത്തുകയാണെങ്കിലും 0.5% മുകളിൽ ഇടിവിലേക്ക് പോയിട്ടുണ്ട്. റിയൽറ്റി ആണ് ഇന്ന് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് നിൽക്കുന്ന ഒരു വിപണിയിൽ പോലും ഒരു ഔട്ട് പെർഫോമൻസ് നടത്തുന്ന ഒരു സെക്ടറായിട്ട് മാറിയിരിക്കുന്നത്. റിയൽറ്റി സൂചിക 3%-ലധികം ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റ് ബിയേഴ്സിന്റെ കൈവശമുള്ള സെക്ടേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ബാങ്കിങ് മേഖലയിൽ നിന്നുള്ള ഓഹരികൾ തന്നെയാണ്. കാരണം PSU ബാങ്ക് സൂചികയിൽ ഇന്ന് വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ്, ഏകദേശം ഒരു 1.5% നഷ്ടത്തിലേക്കാണ് PSU ബാങ്ക് ഓഹരികൾ കുത്തിയിരിക്കുന്നത്. അത് ബ്രോഡർ മാർക്കറ്റിൽ നമുക്ക് അതുപോലെ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ടത് നേരത്തെ ഇപ്പോൾ സൂരജ് സാറും ജാസ്മിനും ഒക്കെ സൂചിപ്പിച്ചത് ബജാജ് ഫിനാൻസിന്റെ റിസൾട്ട്, ബജാജ് ട്വിൻസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അപ്ഡേഷൻസ്, ചില ബ്രോക്കറേജസിന്റെ വ്യൂ കൂടി ഒന്ന് എത്തിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും സിറ്റിയുടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റിംഗ് ഔട്ടാണ് വന്നിരിക്കുന്നത്. അതായത് സിറ്റിയെ സംബന്ധിച്ചിട്ട് നിലവിൽ ഓഹരിയെ ഡൗൺഗ്രേഡ് ചെയ്യാനായിട്ട്, അതായത് ബജാജ് ഫിനാൻസ് ഓഹരികളെ ഡൗൺഗ്രേഡ് ചെയ്യാനായിട്ടാണ് സിറ്റിയിലെ അനലിസ്റ്റുകൾ തയ്യാറായിരിക്കുന്നത്. ഏകദേശം അതിനൊരു പ്രധാന കാരണമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്, അതായത് ന്യൂട്രൽ എന്നൊരു റേറ്റിംഗിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രധാന കാരണം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നേരത്തെ സൂരജ് സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെക്കാളും മറ്റ് സെക്ടേഴ്സിനേക്കാളും ഒക്കെ ഈ ഒരു NBFC മേഖലയിൽ തന്നെ ഔട്ട് പെർഫോമൻസ് നടത്താനായിട്ട് ബജാജ് ഫിനാൻസിനെ സ്വാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയർ ടു ഡേറ്റ് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 20% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ട്. സോ ഇനി ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനുള്ള ഒരു സാധ്യത സിറ്റിയിലെ അനലിസ്റ്റുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ന്യൂട്രൽ റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് 10,200 രൂപയിൽ നിന്നും 9,830 രൂപയായിട്ടും വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ജാസ്മിൻ,
അനിലയാണ് മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 26 പോയിന്റുകളുടെ ഒരു മാത്രം മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. സെക്ടേഴ്സിലൊക്കെ തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂരജ് സർ, നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു യുഎസിലേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താരിഫ് പ്രഖ്യാപനങ്ങൾ അമേരിക്കയുടെ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിസൺസിന്റെ ഇൻകം ടാക്സ് കുറയ്ക്കുന്നതിലേക്ക് നീക്കുമെന്നുള്ളത്. ഈ ഒരു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2011 ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ഡിപ്പ് കൺസ്യൂമർ കോൺഫിഡൻസിൽ 86 എന്നുള്ള ഒരു നിലയിലേക്ക് എത്തുന്നു. അങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് സെന്റിമെന്റ്സ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നതും ഇങ്ങനെ ഈ ഒരു താരിഫ് എന്ന് പറയുന്ന ഒരു കാര്യവും ഇൻകം ടാക്സും തമ്മിൽ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നുള്ള ഒരു കൺഫ്യൂഷൻ കൂടി പ്രേക്ഷകർക്കുണ്ടാകും. അത് ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പെട്ടെന്ന് പ്രദീപ് സാറിലേക്ക് ടെക്നിക്കൽ അനാലിസിസിനായിട്ട് പോവാം. ജാസ്മിൻ, ഇതിനകത്ത് ഈ നമ്മൾ ഇത് കുറച്ചൊക്കെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിയുടെ കണ്ണിൽ ലെൻസിൽ കൂടെ മാത്രം നമ്മളിതിനെ കാണരുത്. അതായത് ട്രംപ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു രാഷ്ട്രീയക്കാരാണ്. അദ്ദേഹത്തിന് എന്നും ഇലക്ട്രേറ്റിനെ പേടിയുണ്ട്, ഇലക്ട്രേറ്റിനെ ആവശ്യവും ഉണ്ടെന്നുള്ള. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നത് കോർപ്പറേറ്റ് ടാക്സ്, ഇൻകം ടാക്സ് അല്ല ബേസിക്കലി ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റ് ടാക്സ്, അതായത് ബിസിനസ്സുകൾക്ക്. അതായത് ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താ, നമ്മളിപ്പോ US-ലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ, അതായത് ഇപ്പൊ ഇന്ത്യയിൽ നിന്നാവാം, ചൈനയിൽ നിന്നാവാം, കൊറിയയിൽ നിന്നാവാം, ജപ്പാനിൽ നിന്നാവാം, ബ്രിട്ടനിൽ നിന്നാവാം, US പോർട്ടിലേക്ക് വരുമ്പോൾ അവിടെ വെച്ചിട്ടാണ് ടാരിഫ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ടാരിഫ് ആർക്കാണ് അടിക്കുന്നത്? ഇന്ത്യൻ കമ്പനിക്കല്ല, ചൈനീസ് കമ്പനിക്കല്ല, കൊറിയൻ കമ്പനിക്കല്ല, ജപ്പാൻ കമ്പനിക്കല്ല, ബ്രിട്ടീഷ് കമ്പനിക്കല്ല. ഇവിടെ അമേരിക്കയിൽ ആരാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് അത് അവിടുത്തെ ഒരു ബിസിനസ് ആണല്ലോ. ഏതെങ്കിലും ആൾക്കാർ ഇപ്പൊ അവിടുത്തെ ഒരു ടെക്സ്റ്റൈൽ റീറ്റെയിലിംഗ് കമ്പനിയാണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ ഗ്യാപ്പ് എന്ന് പറയുന്ന കമ്പനി പല സ്ഥലത്തു നിന്നും ഗാർമെന്റ് ഇന്ത്യ, വിയറ്റ്നാം, ബംഗ്ലാദേശ്, പാകിസ്ഥാനിൽ നിന്നൊക്കെ മേടിക്കുന്നു. അത് വരുമ്പോൾ ഈ പോർട്ടിൽ വെച്ചിട്ട് അമേരിക്കൻ ഗവൺമെന്റിന് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിൽ നിന്നും ടാരിഫ് കൊടുക്കണം ആണല്ലോ. അപ്പൊ അവർ 100 രൂപയ്ക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്ന സാധനം ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ടാരിഫും കൂടെ അടയ്ക്കുമ്പോൾ 125 രൂപയെന്ന് വിശ്വസിക്കുക, 125 രൂപയെന്ന് വിശ്വസിക്കുക. ഈ 100 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന സാധനം ഇനി 125 രൂപയ്ക്ക് വേണം അവർ വിൽക്കാൻ, അല്ലേ? 125 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അവിടെ ജനങ്ങൾ അത് മേടിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നഷ്ടത്തിൽ കൊടുക്കൂലല്ലോ ഒരു കമ്പനിയും, അതിനല്ലല്ലോ അവർ കച്ചവടം നടത്തുന്നത്. അപ്പൊ 100 രൂപയ്ക്ക് പഴയ പോലെ 125 രൂപയ്ക്ക് മേടിച്ചിട്ട് 100 രൂപയ്ക്ക് ഒരിക്കലും ഗ്യാപ്പ് കുറച്ച് കൊടുക്കില്ല. അപ്പൊ ഗ്യാപ്പ് എന്ത് ചെയ്യും? 125 രൂപയുടെ മുകളിലെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കണം, 126 രൂപയ്ക്കെങ്കിലും വിൽക്കാനേ നോക്കുള്ളൂ. അവിടെയാണ് ഇൻഫ്ലേഷൻ വരുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും കമ്പനിക്ക് വരുന്ന നഷ്ടം? ആ കമ്പനിക്ക് സെയിൽസ് കുറയും, അല്ലെ? 100ന്റെ സാധനം കഴിഞ്ഞ കൊല്ലം 100 രൂപയ്ക്ക് വിറ്റിരുന്ന സാധനം, ഒരു മാസം മുമ്പ് 100 രൂപയ്ക്ക് വിറ്റ സാധനം 125 രൂപ, ഞാനൊരു ഫിഗർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, 125നോ 126നോ വിൽക്കുമ്പോൾ അവർക്കൊരു നഷ്ടം വരും, അല്ലെ? അപ്പൊ ബിസിനസ്സുകൾ ഭയങ്കരമായിട്ട് താഴേക്ക് പോകും. അതിൽ നിന്ന് എന്താ പറയാ, കമ്പനികളുടെ ഏർണിങ്സ് കുറയുമ്പോൾ കമ്പനികളുടെ ഡൗൺ ഗ്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡീറേറ്റ് ചെയ്യും. ഇങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഒരു കാസ്കേഡിംഗ് എഫക്ട് പോലെ 1, 2, 3 എന്ന് പറഞ്ഞ ഓരോ സാധനങ്ങളായിട്ട് അഫക്ട് ചെയ്യും. അതേസമയം ബിസിനസ്സുകൾക്ക് കോർപ്പറേറ്റ് ടാക്സിന്റെ ഒരു കട്ട് കൊടുത്താലോ, അവരെന്ത് ചെയ്യും? അവർ ഈ മാനുഫാക്ചറിങ് ഫെസിലിറ്റി, അതായത് പിന്നെ അങ്ങോട്ട് ഇപ്പൊ ഉദാഹരണത്തിന് 20% ടാക്സ് അടയ്ക്കണമെന്ന് വിചാരിക്കും, അത് 15ഓ 10ഓ ആക്കിയോ കുറച്ചാൽ ആ 5% അവർക്ക് എക്സ്ട്രാ സർപ്ലസ് ആയി. ആ സർപ്ലസ് ഉപയോഗിച്ച് അവർ ഇമ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി സ്വന്തം നാട്ടിൽ തന്നെ അവർക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ടാക്കാലോ. അതിന്റെ കൂടെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, ഫെഡും കൂടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ ചീപ്പ് ക്യാപിറ്റലിൽ ഈ കിട്ടുന്ന കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് കട്ട് കിട്ടുന്ന ബെനിഫിറ്റും കൂടെ കിട്ടുമ്പോൾ ഇനി എന്തിനാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്? പകരം നമ്മുടെ നാട്ടിൽ തന്നെ ഇത് മാനുഫാക്ചർ ചെയ്യാൻ നോക്കാം എന്നുള്ള രീതിയിലേക്ക് പോകും. അങ്ങനെ മാനുഫാക്ചറിങ് തീർച്ചയായിട്ടും US-ലേക്ക് തിരികെ വരും. അതുകൂടാതെ അത് ഒരുപാട് എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യും, നല്ല രീതിയിൽ എക്കണോമി ഗ്രോ ചെയ്യും. എന്നാൽ അത്രയും നാൾ നമ്മൾ എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നു അതിന്റെ ഒരു ടാരിഫ് നമുക്ക് കിട്ടിയ ഒരു കണക്കനുസരിച്ച് തീർച്ചയായിട്ടും 78 രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് 2000 കോടിയാണ് ഡെയിലി അവിടെ വീഴുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചൈന പോലത്തെ കൺട്രിക്ക് ഇതേപോലെ ഡംപ് ചെയ്യാതിരിക്കാൻ രക്ഷയില്ല. അവർ ഓവർ കപ്പാസിറ്റിയിലാണ്. അവർ 100 രൂപയുടെ ഒരു സാധനം ഉണ്ടാക്കിയ 39 രൂപ മാത്രമേ അവരുടെ സിറ്റിസൺസിന് ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം അവർ എക്സ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്. മനസ്സിലായില്ല? അത് ലാക്കാക്കിക്കൊണ്ട് മുതലെടുത്തിട്ടുമാണ് ഈ പറഞ്ഞതുപോലെ US ഇത് ഇംപ്ലിമെന്റ് ചെയ്തേക്കണേ. അതുകൊണ്ട് ഇതേപോലുള്ള പൊളിറ്റിക്കൽ പോപ്പുലർ മെഷേഴ്സ് മിക്കവാറും ട്രംപ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ പോലെ ടാരിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ എക്കണോമിക്ക് കുറവ് വരുന്നുണ്ടോ, അതായത് നമ്മളൊരു ടാക്സ് കട്ട് കൊടുക്കുമ്പോൾ ഗവൺമെന്റിന്റെ റവന്യൂ കുറയുമല്ലോ, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ടാരിഫിൽ നിന്ന് കിട്ടുന്ന കാശ് ഉപയോഗപ്പെട്ടേക്കാം. അങ്ങനെ ബാലൻസ് ഷീറ്റ് നെറ്റ് ടു നെറ്റ് നോ ഇമ്പാക്ട് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആക്കാനായിരിക്കാം എന്നുള്ളൊരു സ്പെക്കുലേഷൻ ഞാൻ പറഞ്ഞു മാത്രം. എന്തായാലും ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ നൽകാനായിട്ട്, ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ഞങ്ങളുടെ ഇൻഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. Morning, Jasmine. Morning, Suraj, and morning, viewers.
യെസ് പ്രദീപ് സർ, നമ്മൾ ഇന്നിപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നോക്കുന്ന സമയത്ത് ഒരു എക്സ്പയറി ദിനത്തിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള മൂവ്മെന്റ്സ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റി 131 പോയിന്റുകളുടെ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്വാർട്ടർലി നമ്പേഴ്സ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗിലേക്ക് എസ്പെഷ്യലി ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ് അടക്കമുള്ള കമ്പനികൾ പോയിരിക്കുന്നു. ഇന്ന് മാർക്കറ്റിന് ഒരു ഔട്ട്ലുക്ക് സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? See, Nifty 50, Nifty Bank Index in the outlook is to be extremely bullish. And Nifty 50യുടെ ലോങ് ടേം ട്രെൻഡ് ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ബുള്ളിഷായി മാറിയിട്ടുണ്ട്. നിരവധി നിഫ്റ്റി 50 സ്റ്റോക്സിൽ നമുക്ക് നല്ല ബൈയിങ് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി റിലയൻസ് ഇൻഡസ്ട്രി ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ലോങ് ടേം ആൻഡ് ട്രെൻഡ്സ് ഹാവ് ടേൺഡ് ബുള്ളിഷ്. ബട്ട് നിഫ്റ്റി 50യിലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും കാര്യമായിട്ട് ഇന്ന് നമുക്ക് ലോ റിസ്കിലെ ബൈയിങ് അവസരങ്ങൾ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വൺ സെഗ്മെന്റ് ഇസ് റിയാലിറ്റി സെക്ടർ. സോ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് റിയാലിറ്റി ഇൻഡെക്സ് ഇസ് അപ്പ് അബൌട്ട് 3%. ഇതിൽ ഒത്തിരി റിയാലിറ്റി മേജർ സ്റ്റോക്സിലെ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് പല റിയാലിറ്റി സ്റ്റോക്സിലും ഓൾറെഡി നിലവിൽ ലോങ് പൊസിഷൻസ് ഉണ്ട്. പ്രദീപ് സർ സൂചിപ്പിച്ചതുപോലെ തന്നെ റിയാലിറ്റി സെഗ്മെന്റ് വളരെ റിയാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം 3% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രദീപ് സർ, ഇനി സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം ബജാജ് ട്വിൻസിൽ ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസർവും ഒക്കെ തന്നെ തുടക്കം മുതൽ തന്നെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. NBFC സെഗ്മെന്റിൽ തീർച്ചയായിട്ടും ബജാജിന്റെ സാന്നിധ്യം വളരെ വലുതാണ്. ക്വാർട്ടർലി നമ്പേഴ്സിൽ ഒരു മുന്നേറ്റം വരുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇയർ ടു ടിൽ ഡേറ്റിലേക്ക് നോക്കുന്ന സമയത്തും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നേട്ടം നൽകിയിട്ടുള്ള സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇരു കമ്പനികളെയും സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എക്സ്ട്രീംലി ബുള്ളിഷ് ഔട്ട്ലുക്ക്. ആൻഡ് ബജാജ് ട്വിൻസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ നവംബർ മാസത്തിന് ശേഷം ഏറ്റവും അധികം നേട്ടം നൽകിയിരിക്കുന്ന സ്റ്റോക്സിലെ 2 ഈസ് ബജാജ് ഫിനാൻസ് ആൻഡ് ബജാജ് ഫിനാൻഷ്യൽ സർവീസസ്. ഏത് ലോങ് ടേം പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന 2 സ്റ്റോക്സ് ബജാജ് ഫിനാൻസ് ആൻഡ് ബജാജ് ഫിനാൻഷ്യൽ. ബജാജ് ഫൈനാൻസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നവംബർ മാസത്തിൽ ഇറ്റ് വാസ് അറൌണ്ട് 6400 രൂപ. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും 9600 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. ഇന്നലത്തെ വാർത്തകൾ എല്ലാവരും കേട്ടുകാണെന്ന് വിശ്വസിക്കുന്നു. കമ്പനീസ് അനൗൺസ്ഡ് 4:1 ബോണസ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് ആൻഡ് എ സ്പെഷ്യൽ ഡിവിഡൻഡ്. സോ നാച്ചുറലി നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഷെയർസ് വാങ്ങിച്ചിരിക്കുന്ന പല ഇൻവെസ്റ്റേഴ്സ്, ട്രേഡേഴ്സ് ഓഫ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. That is why we are seeing profit taking happening. Current levels ഈ 2 സ്റ്റോക്സിൽ നമുക്ക് പുതിയ പൊസിഷൻസ് എടുക്കാനായിട്ട് ലോ റിസ്കിൽ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ BPCLിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ക്വാർട്ടർലി നമ്പേഴ്സ് മികച്ചതായതുകൊണ്ട് തന്നെ ഭാരത് പെട്രോളിയത്തിന്റെ ഓഹരികളിൽ 2% ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റവന്യൂ, എബിഡ, മാർജിനിലൊക്കെ തന്നെ ഒരു മെച്ചപ്പെടുത്തൽ കമ്പനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. BPCLിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ജാസ്മിൻ, നമ്മൾ BPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, IOC മുതലായ സ്റ്റോക്സ് നമുക്ക് ഒരിക്കലും ലോങ് ടേമിന് വേണ്ടി കരുതാവുന്ന സ്റ്റോക്സ് അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സ്റ്റോക്സിന്റെയും സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് ഒത്തിരി ബാധിക്കുന്നത് ഇറ്റ്സ് ദ ക്രൂഡ് ഓയിൽ പ്രൈസസ്. സോ നമ്മൾ ഈ 3 സ്റ്റോക്സ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും 3-4 തവണ ഈ സ്റ്റോക്സിൽ വലിയ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റ് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഭാരത് പെട്രോളിയത്തിന്റെ സ്പെസിഫിക് കേസിൽ മാർച്ച് മാസത്തിന് ശേഷം നമുക്ക് വലിയൊരു നേട്ടം കിട്ടിയിരിക്കുന്നത് 235-38 റേഞ്ചിൽ നിന്നും ഇന്നലത്തെ ട്രേഡ് നോക്കുമ്പോഴേ ഏകദേശം 320 രൂപ വരെ നമുക്ക് നേട്ടം കിട്ടിയിരുന്നു. സോ ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇൻ ഭാരത് പെട്രോളിയം നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്രൂഡ് ഓയിലിന്റെ വില കയറി കഴിഞ്ഞാൽ നാച്ചുറലി ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, IOCന്റെ ഷെയർസിൽ ഇടിവ് വരും. അറ്റ് ദ മൊമെന്റ് മെയിൻ ആയിട്ട് മാർച്ച് ശേഷം നമ്മൾ റിക്കവറി കാണാനുള്ള റീസൺ ഇസ് ബിക്കോസ് crude oil prices have come down from about $72 to about $65.
പ്രദീപ് സാർ, അടുത്തൊരു സ്റ്റോക്ക് പ്രാജ് ഇൻഡസ്ട്രീസ് ആണ്. ഇന്നിപ്പോൾ 6.5% ഒരു വലിയ ഇടിവിലേക്ക് സ്റ്റോക്ക് പോയിരിക്കുന്നു. ക്വാർട്ടർലി നമ്പേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റവന്യൂ 15% ഇടിഞ്ഞിരിക്കുന്നു. എബിഡ 42%-ലധികം ഒരു ഇടിവാണ്. എബിഡ മാർജിനിലും 403 ബേസിസ് പോയിന്റിന്റെ ഒരു ഡൗൺ വേർഡ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രാജ് ഇൻഡസ്ട്രീസ് ഇയർ ടു ടിൽ ഡേറ്റിൽ 41%-ലധികം ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ട് കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു അണ്ടർ പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയാണോ ഉള്ളത്, അല്ലെങ്കിൽ നിലവിലെ ഈ കണ്ടീഷനിൽ പ്രാജ് ഇൻഡസ്ട്രീസിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അൺഫോർച്ചുനേറ്റ്ലി ജസ്മിൻ, നമ്മളെ മാർക്കറ്റിൽ ഇത്ര വലിയൊരു റിക്കവറി കണ്ടിട്ട് പോലും പ്രാജ് ഇൻഡസ്ട്രിയുടെ കേസിൽ നമുക്ക് ഒരു ബൈങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കുന്നില്ല. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ നാച്ചുറലി ബെസ്റ്റ് സ്ട്രാറ്റജി എക്സിറ്റ് ദ സ്റ്റോക്ക്. പ്രദീപ് സാർ, വിശാൽ മെഗാമാർട്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ലിസ്റ്റിംഗിന് ശേഷമുള്ള കമ്പനിയുടെ ഒരു ക്വാർട്ടർലി റിസൾട്ടുകൾ വന്നിരിക്കുന്നു. ഈ അടുത്തായിരുന്നു കമ്പനിയുടെ ഒരു ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. 9% കൂടുതലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്വാർട്ടർലി നമ്പേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സിലുടനീളം ഒരു മെച്ചപ്പെടുത്തൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിശാൽ മെഗാമാർട്ടിന്റെ ഒരു സാധ്യതകൾ എത്രമാത്രമായിരിക്കും? സോ വിശാൽ മെഗാമാർട്ട് മറക്കാൻ പാടില്ല, ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാര്യമായിട്ട് നമുക്ക് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ലിസ്റ്റിങ്ങിന് ശേഷം സ്റ്റോക്കിൽ എഗെയിൻ വലിയൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. ബട്ട് മാർച്ച് മാസത്തിന് ശേഷം ദ സ്റ്റോക്ക് ഇസ് കൺസോളിഡേറ്റിംഗ്. നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഇതിന്റെ മെയിൻ റെസിസ്റ്റൻസ് കാണുന്നത് 116 രൂപയിൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ദ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. പ്രദീപ് സാർ, മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സെർവോടെക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സെർവോടെക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 1.46%-ലധികം ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 4 വർഷത്തിൽ വില 3 രൂപയിൽ നിന്ന് 130 രൂപ എന്നുള്ള ഒരു റേഞ്ചിലേക്ക് എത്തിയ ഒരു സ്റ്റോക്കാണ്. ഇന്ന് ട്രേഡ് ചെയ്യുന്നത് 125 രൂപ എന്നുള്ള ഒരു നിലയിലാണ്. ഇതിന്റെ ഒരു ചാർട്ട് പരിശോധിക്കുന്ന സമയത്ത് 2021 ശേഷം ഈ ഒരു സ്റ്റോക്കിൽ 3 രൂപയിൽ നിന്ന് ഓഹരി ഏതാണ്ട് 4 വർഷം കൊണ്ട് 5000%-ലധികം റിട്ടേൺ എന്നൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പല ഇൻവെസ്റ്റേഴ്സും ഇത്തരത്തിലുള്ള പെന്നി സ്റ്റോക്സിൽ വീണ് പോകാറുണ്ട്. പവർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സാർ ഓവർ ഹീറ്റഡ് ആയിട്ട് തന്നെയാണോ വിലയിരുത്തുന്നത്? ജാസ്മിൻ പറഞ്ഞത് വളരെ ശരിയായിരുന്നു. ദിസ് ഇസ് ക്ലാസിഫൈഡ് ആസ് എ പെനി സ്റ്റോക്ക്. എനിക്ക് ഈ കമ്പനിയുടെ ബിസിനസ്സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിനെ കുറിച്ചോ എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് എനിക്ക് ഒരു കാര്യം ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത് 2023 തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിലൊരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം 2023 ജൂലൈ മുതൽ ഏകദേശം മെയ് 2024 വരെ ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അവിടെ നിന്നായിരുന്നു വീണ്ടും ഈ സ്റ്റോക്കിൽ വലിയൊരു കുതിപ്പ് കാണാൻ സാധിച്ചത്. സോ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്ന സ്മോൾ സെർവോടെക്. പേഴ്സണലി ഇത്തരം സ്റ്റോക്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഈ സ്റ്റോക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറണമെങ്കിൽ 140-ഉം, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 160-ന്റെ റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. പ്രദീപ് സാർ, നമ്മൾ ഈ ഒരു സെഷൻ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാനേജ്മെന്റ് തലപ്പത്തിൽ നിന്നുള്ള മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 3% ഒരു ഇടിവ് രേഖപ്പെടുത്തുകയാണ്. ടെക്നിക്കലി ഇൻഡസ്ഇൻഡ് ബാങ്കിനെ എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർ, അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇൻവെസ്റ്റർ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് മാർച്ച് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നേരിയൊരു ഷോർട്ട് കവറിംഗ് നടന്നിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാനില്ല. ഹോൾഡ് ഓൺ ടു ദ സ്റ്റോക്സ്. ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ടായിട്ടുള്ള 590 രൂപ ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും സെല്ലിംഗ് പ്രഷർ, വോളറ്റിലിറ്റി കാണാൻ സാധിക്കും. ഹൈ പോസിബിലിറ്റീസ് ദേ. ബട്ട് ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 850 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും നമുക്ക് ഓൾമോസ്റ്റ് 200 മുതൽ 250 രൂപയുടെ നേട്ടം പ്രതീക്ഷിക്കാം.
CI ഓട്ടോമോട്ടീവ് ഇന്ത്യ ആണ് അടുത്തൊരു സ്റ്റോക്ക്. ഇന്ന് 1.36% ഇടിവ് ഇപ്പോൾ സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. ഏകദേശം 405 രൂപയിലാണ് CI ഓട്ടോമോട്ടീവിന്റെ ഓഹരികൾ ട്രേഡ് ചെയ്യുന്നത്. പ്രദീപ് സർ, ഇയർ ടു ടിൽ ഡേറ്റിലും കഴിഞ്ഞ 1 ഇയറിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. സ്റ്റോക്കിന്റെ ഒരു അണ്ടർ പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയാണോ ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എങ്ങനെയാണ്? See, CI വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർ ഷെയ്ഡ് തന്നെ തുടരുന്നു. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഈ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും 360-365 റേഞ്ചിൽ ഒരു സപ്പോർട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മൾ ലോങ് ടേമിന് വേണ്ടി ഒരു സ്റ്റോക്ക് എടുത്തിരുന്നെങ്കിൽ കമ്പനിയുടെ റിസൾട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. റിസൾട്ട് മെച്ചമായിട്ടുണ്ടെങ്കിൽ ഹോൾഡ് ഓൺ, ബട്ട് 360 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഷോർട്ട് ടേം ട്രെൻഡ് ഇതിന്റെ ബുള്ളിഷായി മാറണമെങ്കിൽ 430-440 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അവിടെ നിന്നും അടുത്ത മേജർ റെസിസ്റ്റൻസ് വരെ നമുക്ക് ഇതിൽ ഗെയിൻസ് നേടാൻ സാധിക്കും. മേജർ റെസിസ്റ്റൻസ് കാണുന്ന 500 രൂപയിലാണ്. ഇനി സ്മോൾ ഫിനാൻസ് ബാങ്ക് സെഗ്മെന്റുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജന സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ സ്റ്റോക്ക് 4% ഒരു ഇടിവാണ് പ്രദീപ് സാർ കാണിക്കുന്നത്. ഇയർ ടു ടിൽ ഡേറ്റിൽ ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് കൂടിയാണ് ജന എന്ന് പറയുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്ക് സെഗ്മെന്റിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഒരു സെഗ്മെന്റിൽ സാറിന്റെ ഏതെങ്കിലും ടോപ്പ് പിക്സ് ഉണ്ടോ? നമ്മൾ സ്മോൾ ഫിനാൻസ് ബാങ്ക് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ സ്മോൾ ഫിനാൻസ് ബാങ്കും കഴിഞ്ഞ ഒരു 5-8 മാസത്തിനിടെ വലിയൊരു സെല്ലിംഗ് ആയിരുന്നു നേരിട്ടത്. ബട്ട് ഇതിൽ എടുത്തു പറയാനുള്ളത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആൻഡ് AU സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഈ രണ്ട് സ്റ്റോക്സിലും ഓൾറെഡി ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. മറ്റ് ചെറിയ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇൻക്ലൂഡിങ് ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് എക്സെട്ര, ഇതിലൊക്കെ ഷോർട്ട് കവറിങ് നടക്കുന്നുണ്ട്. ബട്ട് ഇതിന്റെ ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ജന സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കേസിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 460 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ജന സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 540 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഗുഡ് ഇയറിന്റെ ടയർ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് സിയറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6% ഒരു മുന്നേറ്റം സിയറ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. സിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇയർ ടു ടിൽ ഡേറ്റിൽ അങ്ങനെ കാര്യമായിട്ടുള്ള റിട്ടേൺ ഒന്നും നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് അല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സിയറ്റിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? സിയറ്റിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിരുന്നു. ആൻഡ് കയ്യിൽ വശം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ ഹോൾഡ് ഓൺ ടു ദ പൊസിഷൻ. അടുത്ത 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 3300, അതിനുശേഷം ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 3600 രൂപയിലോ റെസിസ്റ്റൻസ് ലെവൽസ് കാണുന്നത്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി എൻ്റെ അടുക്ക് ഇപ്പോൾ ഗുഡിയറിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് ഗുഡിയറിന്റെ കേസിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ആയി സ്റ്റോക്കിൽ എനിക്ക് കാണാൻ സാധിക്കുന്ന അറൌണ്ട് 840 രൂപയ്ക്ക് അടുത്ത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 925, 950, 975. പ്രദീപ് സാറിനെ ഫ്രീ ആക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും സെക്ടേഴ്സിൽ സാറ് വാച്ച് ചെയ്യുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും സ്റ്റോക്സ് ഐഡിയാസ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ടോ? ഞാൻ ഇന്നത്തേക്ക് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇറ്റ് ഈസ് എ റിയാലിറ്റി സെഗ്മെന്റ്. ബിക്കോസ് റിയാലിറ്റി സെഗ്മെന്റ് മാർക്കറ്റിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് ആയിരുന്നു നമുക്ക് കുറെ ആഴ്ചകളായിട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, കഴിഞ്ഞ 1-2 മാസത്തിനിടെ ഇന്ത്യയിലുള്ള ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ആൻഡ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ റേറ്റ്സ് കണ്ടവാനം താഴോട്ട് വന്നിട്ടുണ്ട്. സോ മൈ എക്സ്പെക്ടേഷൻ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് യോഗം കൂടുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും പലിശ നിരക്ക് കട്ട് ചെയ്യുമെന്ന മൈ എക്സ്പെക്ടേഷൻ. സോ നാച്ചുറലി പലിശ നിരക്ക് കുറയ്ക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് ഗോയിങ് ടു ഫേവർ റിയാലിറ്റി സ്റ്റോക്സ്, ഓട്ടോമൊബൈൽ സ്റ്റോക്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്. Thank you so much, Pradeep sir. Thank you, Jasmine. Yes.
സുരജ് സർ, നമ്മളിപ്പോൾ ഈ പ്രദീപ് സാറുമായിട്ട് സംസാരിച്ച സമയത്ത് സെർവോടെക് പവർ റിന്യൂവബിൾ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ചാർട്ടൊക്കെ നോക്കുന്ന സമയത്ത് 2021 ശേഷം ഏതാണ്ട് 3 രൂപയിൽ നിന്ന് 130 രൂപ 5000% വലിയ റിട്ടേൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്ന പെന്നി സ്റ്റോക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിക്ഷേപകർ ഇതിൽ വീണു പോകാറുണ്ട് ഇങ്ങനെയുള്ള സ്റ്റോക്സിൻ്റെ ഒരു പെർഫോമൻസിൽ. ഈ ഒരു പെന്നി സ്റ്റോക്സിനെ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് സാർ എങ്ങനെയാണ് നോക്കുന്നത്? ജാസ്മിൻ, തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ ഒരു ടെർമിനോളജി അനുസരിച്ച് there is something called large cap blue chip stocks, then comes mid cap stocks, then comes small cap, micro cap, penny stocks എന്നൊക്കെ പറയുന്ന ഒരുപാട് കാറ്റഗറി ഒക്കെ ഉണ്ട്. അതായത് ഇത് മാർക്കറ്റ് ക്യാപ്പിനെ ബേസ് ചെയ്താൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 5 ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപ്പാണ് ബജാജ് ഫിനാൻസ്. സോ ദാറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ ലാർജ് ക്യാപ്പ് എന്നാണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ നോക്കേണ്ട കാര്യം വെച്ചാൽ ഈ പെന്നി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലത്ത് നമ്മൾ ഈ പറയുന്ന ഇൻഫോസിസും വിപ്രോ ഒക്കെ പെന്നി സ്റ്റോക്ക് ആയിരുന്നല്ലോ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ പെന്നി സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്കിത് ഒരിക്കലും കള്ളന്റെ മകൻ ഒരിക്കലും കള്ളനായിട്ട് ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ലവനാവാം, IAS ഉദ്യോഗസ്ഥനും ആവാന്നുള്ള. അപ്പൊ അത് എങ്ങനെയാണ് ആ കമ്പനിയുടെ എഫിഷ്യൻസി എന്നാണ് അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച് നമ്മളിപ്പോ പലരിടത്തും ചോദിക്കാൻ നേരത്തെ ഇപ്പൊ നമ്മൾ നോക്കുന്നില്ലേ, FIIs ഇന്ന സ്റ്റോക്ക് മേടിച്ചു, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇന്ന സ്റ്റോക്ക് മേടിച്ചു, അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തി പറയുന്നു ഏറ്റവും നല്ലത് ബജാജ് ഫിനാൻസ് ആണ്, ഏഷ്യൻ പെയിന്റ്സ് ആണ്. നമ്മളെ ഇതൊക്കെ എത്ര തരം റിട്ടേൺ തരും എന്ന് വിചാരിച്ചിട്ടാണ്? അത് റിട്ടേണിനല്ല, നിങ്ങൾ ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എത്ര റിട്ടേൺ കിട്ടണം എന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു കണക്ക് പറയാം. ഒരു സ്റ്റോക്ക് 24% വെച്ച് കോമ്പൗണ്ട് ചെയ്യണേ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, 24% വെച്ച് കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 100 രൂപ 3 കൊല്ലം കഴിയുമ്പോൾ 200 ആവും. അതായത് 100 രൂപ 3 കൊല്ലം കൊണ്ട് 200 രൂപ ആവണമെങ്കിൽ നിങ്ങൾക്ക് കോമ്പൗണ്ടഡ് ആയിട്ട് 24% ഗ്രോത്ത് ഇയർ ഓൺ ഇയർ കിട്ടണം, റൈറ്റ്? അപ്പൊ എന്റെ ടാർഗറ്റ് എനിക്കൊരു ലൈഫ് ഗോൾ ഉണ്ടല്ലോ. ഞാൻ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഞാൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു. അതെനിക്ക് 3 കൊല്ലം കൊണ്ട് 20 ലക്ഷം ആക്കണം എന്ന് വിചാരിക്കുക, ഡബിൾ ആക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് 24% റിട്ടേൺ തരാൻ കഴിവുള്ള സ്റ്റോക്കാണ്. അത് നിങ്ങൾക്ക് മിഡ് ക്യാപ്പ് ആവാം, സ്മോൾ ക്യാപ്പ് ആവാം, ലാർജ് ക്യാപ്പ് ആവാം. നിങ്ങൾ വിചാരിക്കുകയാണ് ഏഷ്യൻ പെയിന്റ്സ് 24% റിട്ടേൺ ഇയർ ഓൺ ഇയർ ഉണ്ട്, നിങ്ങൾ ഏഷ്യൻ പെയിന്റ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് റിസ്ക് കുറവാണ്. അതേസമയം നിങ്ങൾ പറയുകയാണ് എലിഫന്റ്സ് കാൺ ഡാൻസ്, വലിയ കമ്പനിക്ക് ഒരിക്കലും 24% തരാൻ പറ്റത്തില്ല. റിലയൻസും ഇൻഫോസിസും TCS ഒക്കെ നോക്കുകയാണെങ്കിൽ 6% ഗ്രോത്ത്, 7% ഗ്രോത്ത് ഒക്കെയാണ് നമുക്ക് ഇതിൽ തരുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഇവർ എപ്പോഴാണ് വലിയൊരു റിട്ടേൺ തരുന്നത്? ഡിപ്രസ്ഡ് ആയിട്ട് കോവിഡ് പോലെ എന്താ പറയുക, അണ്ടർ വാല്യൂഷനിൽ കിടക്കുമ്പോൾ നമുക്കൊരു റിട്ടേൺ അങ്ങനെ വരും. ഒരു നോർമൽ കണ്ടീഷനിൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ കോമ്പൗണ്ടർ, അല്ലേ? അപ്പൊ അതിന് നിങ്ങൾ ആ സ്റ്റോക്ക് നിങ്ങളെ ടാർഗറ്റിലേക്ക് എത്തിക്കുമോ എന്ന് വെച്ചാൽ നമുക്കറിയില്ല. അപ്പൊ നിങ്ങളുടെ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഒരു റീസണബിൾ ടാർഗറ്റ് ആയിരിക്കണം കേട്ടോ. ഒരു കൊല്ലത്തിൽ ഡബിൾ ആവണമെന്ന് 3 കൊല്ലത്തിൽ ഡബിൾ ആവാന്ന് പറഞ്ഞാൽ ന്യായമായ ആവശ്യമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. അതിന് 24% റിട്ടേൺ മതി. ഏത് സ്റ്റോക്കാണ് നിങ്ങൾക്ക് 24% വരുന്നത്, അതാണ് നിങ്ങളുടെ ക്യാപ്പ്. അല്ലാണ്ട് മൈക്രോ ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, പെന്നി ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എന്നുള്ള. അപ്പം നമ്മൾ വലിയ ഇൻവെസ്റ്റേഴ്സ് പറയുന്നത് ഏഷ്യൻ പെയിന്റ്സ് മേടിച്ചാൽ മതി, ബജാജ് ഫിനാൻസ് മതി, അങ്ങനെ അത് മേടിച്ചാൽ മതി. കാര്യം എന്നറിയോ, അവർക്ക് 100 കോടി പോർട്ട്ഫോളിയോ ഓൾറെഡി ഉണ്ട്. ഈ 100 കോടി ചെറുതായിട്ട് ഗ്രോ ചെയ്താൽ മതി. പക്ഷെ ഒരു സാധാരണക്കാരന്, ഒരു വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക്, ഒരു 21 വയസ്സ്, 25 വയസ്സ്, 30ാമത്തെ വയസ്സിൽ നമ്മൾ ക്രീമായിട്ട് ഇപ്പം കയറി ഒരു ജോലിയിൽ കയറി സമ്പാദിക്കുന്ന ആൾക്ക് ഈ പറയുന്ന പോലെ 12% അല്ല 8% റിട്ടേൺ ഒന്നും കിട്ടിയാൽ പോരാ. അവർക്ക് അതിൻ്റെതായ റിട്ടേൺ കിട്ടണമെങ്കിൽ അങ്ങനത്തെ പവർ ചെയ്യുന്ന സ്റ്റോക്കിലേക്ക് വേണം. ദാറ്റ് ഹാസ് ടു ബി എ കമ്പനി വിച്ച് ഹാസ് ടു മൂവ് ഫ്രം എ സ്മോളർ വാല്യൂഷൻ ടു എ ഹയർ വാല്യൂഷൻ. അതിന് മൈക്രോ ക്യാപ്പ് എന്നോ സ്മോൾ ക്യാപ്പ് എന്നോ പെന്നി ക്യാപ്പ് എന്നോ ഒന്നും അതിനകത്തില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു സ്റ്റോക്കാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നില്ല. അപ്പം നിങ്ങൾ പലരുടെയും റെക്കമെൻഡേഷൻസ് നമ്മൾ കേൾക്കുമ്പോൾ ആ വ്യക്തി ആരാണ്, ആ വ്യക്തിയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം FIIs മേടിക്കുമ്പോൾ അവർ നോക്കുന്ന 24% റിട്ടേൺ വരെ അവർക്ക് 8% റിട്ടേൺ മതി. കാര്യം അവരുടെ മാർക്കറ്റിൽ അത്രയും പോലും കിട്ടുന്നില്ല എന്നല്ല. അപ്പം അവരെ മിമിക് ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ മേടിക്കാന്നുള്ള ശുദ്ധ മണ്ടത്തരമാണെന്നുള്ള. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ ഡിസ്ക്ലൈമർ ആയിട്ട് പറയട്ടെ, നിങ്ങൾ മേടിക്കുന്നത് കൊള്ളാം, ഏത് സ്റ്റോക്ക് ആണെങ്കിലും ഫണ്ടമെന്റലി നോക്കി നിങ്ങൾ സ്ട്രോങ് ഫിനാൻഷ്യൽസ് ഉള്ള കമ്പനി നോക്കുക. അധികം കടമുള്ള, സർവീസ് ചെയ്യാൻ പറ്റാത്ത കടമുള്ള കമ്പനികൾ അവോയ്ഡ് ചെയ്യുക. നല്ല മാനേജ്മെന്റ് ഉള്ള കമ്പനികൾ നോക്കുക. ക്യാഷ് ഫ്ലോ, ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനികൾ നോക്കുക. ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്ത് ഗ്രോ ചെയ്യാതിരിക്കുക. അതായത് എപ്പോഴും ഫണ്ട് റേസ് ചെയ്ത് ഗ്രോ ചെയ്യുന്ന കമ്പനികൾ എടുക്കാതിരിക്കുക. പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനീസ് ഉണ്ടാക്കുക. നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ഒക്കെ ഒരു 15-17 മുകളിൽ നിൽക്കുന്നത്. എനിക്കറിയാം ഞാൻ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഫണ്ടമെന്റൽ അനാലിസിന്. ബട്ട് ഈവൻ ദെൻ ഫണ്ടമെന്റൽസ് നന്നായിട്ട് നോക്കി ഓപ്പർച്യൂണിറ്റി ഉള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, അത് ഒരു റീസണബിൾ വാല്യൂഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിലേക്ക് എത്താൻ സഹായിക്കുന്നു.